യഥാർത്ഥമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരണമെങ്കിൽ പിതാവിൻ്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ മേൽ വരണം. അതുകൊണ്ട് പിതാവിനെ റെസ്പെക്റ്റ് ചെയ്യണം, ഓണർ ചെയ്യണം, ബഹുമാനിക്കണമെന്ന് വചനം പറയുന്നത്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ബൈബിളിനകത്ത് തൃത്വങ്ങളുണ്ട്. അതിൽ പിതാവായ ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. നമ്മളെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് യേശുക്രിസ്തുവിനെ നമ്മുടെ അടുക്കലേക്ക് അയച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പിതാവിൻ്റെ ഒരു അനുഗ്രഹം വേണം. അതെങ്ങനെ നേടിയെടുക്കും? സമയമായില്ല. പക്ഷേ സമയമാകുന്നതിന് മുമ്പ് തന്നെ അമ്മ ഒരു വലിയ തന്ത്രം വളരെ ഐഡിയ പൂർവ്വം ഇളയ മകനോട് പറഞ്ഞു, നിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പോയി വേട്ടയാടി മൃഗത്തെ പിടിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു നല്ല ഫുഡുണ്ടാക്കി നിൻ്റെ അപ്പൻ്റെ മുമ്പിൽ നീ പോകുമ്പോൾ മൂത്ത ജ്യേഷ്ഠൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നീ പോകുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പാചകം ചെയ്ത് ഞാൻ തരാം. അങ്ങനെ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് അപ്പനെ പറ്റിച്ച് ഒരു അനുഗ്രഹം ആര് നേടുകയാണ്? യാക്കോബ് നേടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പറ്റിച്ചും വഞ്ചിച്ചും നേടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു പരിധിയുണ്ട്. വക്രബുദ്ധിയും വളഞ്ഞ ബുദ്ധിയും പറ്റിപ്പും വഞ്ചനയും ചതിയിലൂടെ നമ്മൾ ഏത് ബ്ലെസ്സിങ് നേടിയാലും അതിനൊരു സ്ട്രഗിളിലൂടെ കയറി പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നെ തന്നെ നീ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തിരുന്നാൽ ദൈവം പറയുകയാണ്, വഞ്ചിക്കരുത്, ചതിക്കരുത്, പറ്റിക്കരുത്. മറ്റുള്ളവരിൽ നിന്നും ഒന്നും അപഹരിക്കാൻ ശ്രമിക്കരുത്. തന്ത്രങ്ങളിലൂടെയും കുതന്ത്രങ്ങളിലൂടെയും ഐഡിയകളിലൂടെയും അല്ല ദൈവരാജ്യം പണിയേണ്ടത്. ദൈവരാജ്യം പണിയേണ്ടത് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് ദൈവം തരുന്ന ദർശനത്തിനൊത്തവണ്ണം നീ നിന്നെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ഒരു സ്ട്രഗിളും ഇല്ലാതെ കൃത്യമായി ഒരു ലോണ് പോലും എടുക്കാതെ ദൈവം സഭയെ പണിയുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ആലയം പണിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു ലോൺ എടുക്കാതെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നാൽ എൻ്റെ കർത്താവ് ഏറ്റവും നല്ല സ്ഥലം തരും. ഞാൻ മോഹൻ സി ലാസർ എന്ന ദേവദാസിൻ്റെ അടുക്ക പോയപ്പോൾ 1 രൂപ പോലും ലോണില്ലാതെയാണ് 7 ഏക്കറല്ല 10 എത്രയോ ഏക്കർ സ്ഥലം അദ്ദേഹം വാങ്ങിച്ചത്. ഒരു ഒറ്റ രൂപയുടെ ലോണില്ലാതെ. കർത്താവിൻ്റെ രാജ്യം ദൈവമാണ് പണിതത്. ഞാനാണ് എൻ്റെ സഭയെ പണിയുന്നത്, ഞാനാകുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അങ്ങനെയെങ്കിൽ നമുക്കൊരു ദൈവം ഒരു ദർശനവും വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. തക്ക സമയത്ത് ദൈവം ഹല്ലേലൂയ നമുക്ക് സ്ഥലം തരും. അത് ദൈവം സഭ പണിയും, ആലയം പണിയും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ വർദ്ധിപ്പിക്കും. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മളായിട്ട് ചാടി വീണ് ലോകത്തിലുള്ള ബാങ്കുകാരെയൊക്കെ ചെന്ന് കണ്ട് നമ്മൾ തന്നെ ലോണൊക്കെ എടുത്ത് ആവശ്യമില്ലാത്ത ഭാരമൊക്കെ ജനങ്ങളുടെ മേൽ വെച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം കർത്താവിൻ്റെ രാജ്യമാണ്. ദൈവം പണിതാലേ അത് നിലനിൽക്കത്തുള്ളൂ. അത് ലോൺ എടുത്തല്ല പണിയേണ്ടത്. ദൈവം ഫണ്ട് തരാൻ ശക്തനാണ്. ദൈവം സ്ഥലം തരാൻ ശക്തനാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? നമുക്ക് ദൈവം സ്ഥലം തരും. 1 രൂപ പോലും കടമെടുക്കാതെ, ലോണില്ലാതെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ, കടം വാങ്ങിക്കാതെ, ജനങ്ങൾക്കൊരു ഭാരമാകാതെ സ്വർഗത്തിലെ ദൈവം KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന് തക്ക സമയത്ത് ആലയം പണിയാനുള്ള സ്ഥലം തരും. ഹല്ലേലൂയ. അത് തക്ക സമയത്ത് ദൈവം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. ഒരു രാജ്യവും നമ്മുടെ രാജ്യമല്ല പണിയുന്നത്. ചില ആൾക്കാർ അവനവൻ്റെ രാജ്യം പണിയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് വിഷയങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ രാജ്യം നമ്മൾ പണിയാൻ ശ്രമിക്കരുത്. നമ്മൾ ദൈവരാജ്യം പണിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം പണിയുന്ന സ്ഥലത്ത് ദൈവം ഇറങ്ങി വരും. വലിയ കാര്യങ്ങൾ വർധനവുണ്ടായിക്കൊണ്ടിരിക്കും, അനുഗ്രഹിക്കും, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നടക്കാനിടയാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യാക്കോബ് നേരെ ചെന്ന് ഇസ്ഹാക്കിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ശബ്ദം യാക്കോബിൻ്റെത്. ആ കൈ നോക്കിയപ്പോൾ അത് ഏശാവിൻ്റെത്. മണമല്ല ഏശാവിൻ്റെത്, ഫുഡല്ല ഏശാവിൻ്റെത് എന്ന് പറഞ്ഞു. എന്തായിരുന്നാലും കൺഫ്യൂഷൻ ഉണ്ടായെങ്കിലും അദ്ദേഹം അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം പ്രാപിച്ചോർണ എന്താ ചെയ്തത്? അവിടെ നിന്നോ അതോ ഓടിയോ? സാധാരണ അനുഗ്രഹം പ്രാപിച്ച് എന്ത് ചെയ്യും? അവിടെ നിന്നത് അനുഭവിക്കും. പക്ഷേ ഇത് നേരെ ചൊവ്വയുള്ള അനുഗ്രഹം അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? നിൽക്കാൻ പറ്റിയില്ല. ജ്യേഷ്ഠം വന്നു കഴിഞ്ഞാൽ 2 കാലേ വാരി തറയിലടിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അനിയന് നിൽക്കാൻ പറ്റാതെ അനിയൻ അടുത്ത ബസ് പിടിച്ച് ഒരൊറ്റ ഓട്ടം. പ്രൈസ് യാക്കോബ് ഒരൊറ്റ ഓട്ടം ഓടി എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു സ്ഥലത്ത് ബേഥേലിൽ ചെന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്നപ്പോൾ ലൂസ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങിയപ്പോഴാണ്
തലയിൽ വയ്ക്കാൻ തലയണ പോലുമില്ല. വീട്ടിൽ നേരെ സന്തോഷമായിട്ട് തലയണയൊക്കെ വെച്ച് കിടന്ന് ഉറങ്ങിയതാ, മെത്തേ കിടന്ന് ഉറങ്ങിയതാ. കറക്റ്റ് സമയത്ത് കട്ടൻ ചായ എല്ലാം കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ റൂട്ട് മാറിയപ്പോൾ കിടക്കുന്ന സ്ഥലം ഹല്ലേലൂയ എന്തായി? കല്ലും മണ്ണും കൊണ്ട് നിറഞ്ഞു, ഇരുട്ട് നിറഞ്ഞ സ്ഥലമായി. കിടക്കുന്ന ഉറങ്ങുമ്പോൾ തലയണയായിട്ട് വെക്കാൻ തലയണ പോലും ഇല്ല. പക്ഷെ അന്ന് അവിടെ ഒരു കല്ലിനെ ദൈവം ഒരുക്കി കൊടുത്തു. സ്വർഗത്തിലെ ദൈവം യാക്കോബ് വാഗ്ദത്വം അനുഗ്രഹവും പ്രാപിച്ചപ്പോൾ പഴയ യാക്കോബല്ല, പുതിയൊരു യാക്കോബായി മാറി. ഏത് പ്രതികൂലമായ പ്രതിസന്ധികളുടെ നടുവിലും അതിനെ പോസിറ്റീവായി കാണാനുള്ള ഒരു കാഴ്ചപ്പാട് യാക്കോബിൻ്റെ അകത്ത് വന്നു അനുഗ്രഹത്തിലൂടെ. ഇന്ന് പകല് നീ നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഏത് പ്രതിസന്ധിയാണെങ്കിലും, ഏത് പ്രതികൂലമാണെങ്കിലും, ഏത് കല്ല് പോലുള്ള അനുഭവമാണെങ്കിലും ഹല്ലേലൂയ അതിനെ തിരിച്ചു കാണുവാൻ, ആ നെഗറ്റീവിനെ അല്ല പോസിറ്റീവിനെ കാണാൻ നിനക്ക് സാധിക്കണം. യാക്കോബ് കല്ലെടുത്തിട്ട് പറഞ്ഞത് കല്ലല്ല. എന്താണ്? കല്ലല്ല. പറഞ്ഞാട്ടെ, ഇത് കല്ലല്ല. ഈ സാഹചര്യം ഒരു കല്ല് പോലത്തെ സാഹചര്യം ആയിരിക്കാം നിന്റെ മുമ്പിൽ. നീ ഒന്ന് വായി തുറന്ന് പറ, ഇത് ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ നോക്കി കൽപ്പിക്കുന്നു, ഇത് കല്ലല്ല, ഇത് തലയണയാണ്. ഇത് കല്ലല്ല, എൻ്റെ തലയ്ക്കും എനിക്കും ആശ്വാസം പകരുന്ന ഒരു വിഷയമായി ഇതിനെ ഞാൻ മാറ്റും. കേട്ടോ, ഇന്ന് നിങ്ങൾക്കത് സാധിക്കും, നിങ്ങൾക്കത് സാധിക്കും. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു പവറുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ അകത്തുണ്ട്. ഇന്നത്തെ കല്ല് പോലുള്ള വിഷയത്തെ നോക്കി നീ വിളിച്ചു പറയണം, ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുന്നു, ഇതെനിക്ക് ഒരു ആശ്വാസമായി മാറും, ഇതെൻ്റെ തലയ്ക്കൊരു എണ്ണയായി മാറും, ഇതെൻ്റെ തലയ്ക്കൊരു താങ്ങായി മാറും, എൻ്റെ ലൈഫിലൊരു അനുഗ്രഹമായി ഇത് മാറും. ഇന്നത്തെ ഏത് കല്ല് പോലുള്ള വിഷയങ്ങളെയും പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ ജീവിതത്തെ നോക്കി നീ തന്നെ വിളിച്ചു പറയണം, നിന്റെ ജീവിതം മാറാൻ പോവുകയാണ്. നിന്റെ കല്ല് പോലെ ഭയങ്കരമായ കഠിനമായി, നിന്റെ തലയ്ക്കൊരു ഭാരമായി, ഒരു വേദനയായിരിക്കുന്ന ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാ പറയുകയാണ്, അതിനെ ഒരു ആശ്വാസമാക്കി, ഒരു തലയണയാക്കി, ഒരു അനുഗ്രഹമാക്കി, അതിനൊരു ബ്ലെസ്സിംഗ് ആക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് ഇന്ന് പകൽക്കാലം സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ചില ഭാരങ്ങളെല്ലാം ദൈവാത്മാവ് എടുത്തു മാറ്റാൻ പോവുക. നിങ്ങൾ നോക്കി, കർത്താവ് പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ ചില ഭാരങ്ങളെ പരിശുദ്ധമായി എടുത്തു മാറ്റാൻ പോവുകയാണ്. നിനക്കൊരു തലവേദന പിടിച്ചിരിക്കുന്ന ചില വിഷയങ്ങളെ നോക്കി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, അത് നിനക്കൊരു ബ്ലെസ്സിംഗ് ആയി മാറാൻ പോകുന്നു. ഇന്ന് നിന്റെ ജീവിതത്തിലെ ചില തലവേദനകളെ നാളത്തെ ഒരു അനുഗ്രഹമാക്കി, ഒരു പ്രഭാതം നീ എഴുന്നേറ്റ് നോക്കുമ്പോൾ, ഇന്നൊരു രാത്രി ഒരു പകലോ ഒരു ഭാരവും വേദനയും ഒരു വലിയ ഭാരമായി, ഒരു പെയിനായിരിക്കുന്ന ഏത് വിഷയത്തെയും നിനക്ക് വേണമെങ്കിൽ അതിനെ ബ്ലെസ്സിംഗ് ആക്കി മാറ്റാം. അത് നിന്റെ ആറ്റിറ്റ്യൂഡാണ്, നിന്റെ കാഴ്ചപ്പാടാണ്. ഹല്ലേലൂയ. ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റും. കാരണം എന്താണ്? നിന്റെ അകത്ത് സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു അഭിഷേകമായിരിക്കുന്നത്. എത്ര വിശ്വസിക്കുന്നു? നീ അഭിഷേകം പ്രാപിച്ച എത്ര പേരുണ്ട്? അഭിഷേകം പ്രാപിച്ചു. ഞാൻ അഭിഷേകം പ്രാപിച്ചു. പറഞ്ഞ അഭിഷേകം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. എത്ര പേരുണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവര്? എത്ര പേര് അഭിഷേകം പ്രാപിച്ചവരുണ്ട്? നിങ്ങളുടെ അകത്ത് നിങ്ങൾ പോലും അറിയാതെ വലിയൊരു അഭിഷേകം കിടക്കുകയാണ്. ഈ അഭിഷേകത്തിൻ്റെ പ്രത്യേകത സാഹചര്യങ്ങളെ മാറ്റുന്ന അഭിഷേകം, അന്തരീക്ഷത്തെ മാറ്റുന്ന അഭിഷേകം, ഇരുട്ടിനെ മാറ്റുന്നത്, വെളിച്ചമാക്കുന്നത്, ശാപത്തെ അനുഗ്രഹമാക്കുന്നത്, മരണത്തെ ജീവനാക്കുന്നത്, തകർന്ന അനുഭവങ്ങളെ ഉയർന്ന അനുഭവങ്ങളാക്കുന്നത്, എല്ലാ മേഖലകളും കുഴഞ്ഞ ചേറ്റിനകത്തു നിന്നും നാശകരമായ കുഴിക്കകത്ത് കിടക്കുന്ന, ശവക്കുഴിക്കകത്ത് വരെ കിടക്കുന്ന, യെഹെസ്കേലിന്റെ പുസ്തകം 37 പറയുന്നു, ശവക്കുഴിക്കകത്ത് കിടക്കുന്ന നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവന്ന് മാനിക്കും. ചിതറിക്കിടക്കുന്ന നിന്നെ നിന്നെ മാനിക്കും. യെഹെസ്കേലിന്റെ പുസ്തകം 37 കാണുന്നത് സാഹചര്യം വളരെ പ്രതികൂലം, എല്ലാം ചിതറിക്കിടക്കുക. എല്ലാവരും പറഞ്ഞിട്ട് ചിതറിക്കിടക്കുക. നിന്റെ ജീവിതത്തിലെ പല മേഖല നീ ചിതറിക്കിടക്കുന്ന അവസ്ഥകളുണ്ട്. പക്ഷേ ഹല്ലേലൂയ, പ്രവാചകനോട് ദൈവം യഹോവ ചോദിക്കുകയാണ്, പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. ഒരു വലിയ കാറ്റടിക്കുന്നു. സാധാരണ കാറ്റടിച്ചാൽ എന്ത് സംഭവിക്കും? കാറ്റടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കിടക്കുന്നത് എന്ത് ചെയ്യും? ചിതറിപ്പോവും അല്ലേ? പക്ഷേ ദൈവത്തിൻ്റെ കാറ്റിൻ്റെ പ്രത്യേകത വേറെയാണ്. അത് ചിതറിക്കിടക്കുന്നതിനെ കൂട്ടി യോജിപ്പിച്ചൊരു സൈന്യമാക്കി എഴുന്നേൽപ്പിക്കും. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിലും ചില കാറ്റുകൾ അടിക്കാൻ പോവുകയാണ്. അത് ചിതറിപ്പിക്കുന്നതല്ല, അത് ഒരുമിപ്പിക്കുന്നതാണ്, അത് എഴുന്നേൽപ്പിക്കുന്നതാണ്, ഒരു സൈന്യമാക്കുന്നതാണ്. നിന്നെ കൊണ്ട് സാധിക്കത്തില്ല, എന്നാൽ നിന്റെ അകത്തുള്ള അഭിഷേകത്തിന് സാധിക്കും.
നീ വായി തുറന്നാൽ അത് നടക്കും. ജീവനും മരണവും നിന്റെ വായിലിരിക്കുകയാണ്. നീ പറയണം, എന്റെ സാഹചര്യം മാറാൻ പോകുന്നു. കാരണം ഒരു കാറ്റടിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് എനിക്ക് വേണ്ടി മാത്രം അടിക്കാൻ പോവുകയാണ്. ആ കാറ്റടിക്കുമ്പോൾ ചിതറിക്കിടക്കുന്ന, ജോയിന്റ് അല്ലാതെ കിടക്കുന്ന, ഹല്ലേലൂയ, തകർന്നു കിടക്കുന്ന, മാംസമില്ലാത്ത അസ്ഥിയായി കിടക്കുന്ന എല്ലാത്തിന്റെ മേലും ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഒരു കാറ്റടിപ്പിക്കുമ്പോൾ ആ കാറ്റ് ചിലതിന്റെ മേൽ അസ്ഥി വെച്ച് പിടിപ്പിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിനക്ക് സാഹചര്യം മാറ്റാൻ, അടുത്ത പറഞ്ഞിട്ട് സാഹചര്യം മാറ്റാനുള്ള അഭിഷേകം നിന്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാഹചര്യം മാറ്റാനുള്ള അഭിഷേകം നിന്റെ അകത്തുണ്ട്. ഏത് സാഹചര്യത്തിന്റെ നടുവിലും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. ഏത് സാഹചര്യത്തിന്റെ നടുവിലും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. കേട്ടോ, ഹല്ലേലൂയ. ഒരു സ്ത്രീ ഉണ്ട്, മീഖൾ. പേരെന്താണ്? മീഖൾ. ഹല്ലേലൂയ. 2 സ്ത്രീകൾ ദാവീദിന്റെ കൂടെ ഉണ്ട്. 1, 2 3 എത്ര ഉണ്ടെന്ന് ഒരു പിടിയില്ല, എന്നാലും ഒരു 3-4 എണ്ണം ഉണ്ട്. ഹല്ലേലൂയ. അതില് 1 മീഖൾ. എന്താണ് മീഖൾ? മീഖൾ ആരുടെ മകളാണ്? മീഖൾ ആരുടെ മകള്? ബൈബിൾ കോളേജിൽ പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ഈ വരുന്ന ഞായറാഴ്ചയിലന്ന് ഗ്രാജുവേഷൻ ഇരിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഇല്ലേ? ആരും ഇല്ലേ ഈ സെക്ഷനില്? നിങ്ങളാണ്? മീഖളിന്റെ അച്ഛൻ്റെ പേര് ശൗല്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശൗലിനൊരു സ്വഭാവമുണ്ട്. എന്താണ്? അഭിഷിക്തന്മാരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്താണ്? ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദിനെ പിറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അതേ സ്വഭാവം മോക്കുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മീഖള് പക്ഷെ ഇറിറ്റേറ്റ് ചെയ്ത് ചെയ്ത് ശൗല് എന്ത് ചെയ്തു? കുഴി പോയി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദിനെ പിറകെ നടന്ന് കുന്തം കൊണ്ട് ഓട്ടവും ചാട്ടവും, അവനെ കുത്തണം 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 എന്ന് ഒറ്റ ചിന്തയേ ഉള്ളൂ. പക്ഷേ അവസാനം കുന്തം കൊണ്ട് കുത്തേറ്റ് മരിച്ചതാരാണ്? ശൗല്. പാവം യോനാഥൻ ഒന്നും ചെയ്തില്ല. പുള്ളി ദാവീദിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഒരു നല്ല ബന്ധമുണ്ട്, നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൻ്റെ സ്വഭാവം അല്ലെങ്കിൽ പോലും അപ്പൻ ചെയ്തതിൻ്റെ പരിണിത ഫലം മകനും ചത്തു. പോരാ, ദൈവം വെറുതെ ഇവിടെ ഭയങ്കര സംഭവമാണ്. നോക്കണം, എന്ത് ചെയ്തു? 3ാമത്തെ യോനാഥൻ്റെ മകൻ മെഫീബോശെത്ത് ഈ 2 അപ്പന്മാർ കൂടെ ചെയ്തതിൻ്റെ പരിണിത ഫലമായിട്ട് കൊച്ചു മുടന്തുവായി പോയി. 3 തലമുറ പോയി. പ്രൈസ് ദി ലോർഡ്. അതിലൊന്നാണ് മീഖൾ. ആദ്യം ദാവീദിന് ഗോലിയാത്തിനെ കൊന്നപ്പോൾ കിട്ടിയതാ മീഖൾ. ദാവീദ് ശൗലിനെ പേടിച്ച് ഈ കുന്തം കൊണ്ടുള്ള പരിപാടി കൊണ്ട് ഓടിയപ്പോൾ ഈ പാവപ്പെട്ട ദാവീദിന് കൊടുക്കേണ്ട ഈ പെണ്ണിനെ എടുത്ത് മറ്റൊരാളിന് കൊടുത്തു. പക്ഷേ രാജാവായപ്പോൾ ദാവീദിന് ആദ്യത്തെ ഭാര്യയെ മറക്കാൻ പറ്റാത്തത് കൊണ്ട് പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ആദ്യത്തെ ഭർത്താവ് കരഞ്ഞോണ്ട് പുറകേ വന്ന ഈ അതിര് വരെ വന്നെന്ന് പറയുന്നത് പാവപ്പെട്ടവൻ. അപ്പോൾ ദാവീദ് വാളെടുത്ത് കാണിച്ചപ്പോൾ ഓടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവളുടെ ഹൃദയത്തിനകത്ത് അന്ന് മുതൽ ദാവീദിനോടൊരു ഇറിറ്റേഷൻ, ഇഷ്ടമല്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ദാവീദ് പെട്ടകത്തിൻ്റെ മുമ്പിൽ ആത്മനിറവിൽ ആരാധിക്കാൻ കയറി വന്ന് അർദ്ധനഗ്നനായി ദൈവത്തെ ആത്മനിറവിൽ ദാവീദ് ആരാധിക്കുന്നു. രാജാവിൻ്റെ കിരീടം വെച്ചിട്ടും ദാവീദിൻ്റെ ഹൃദയം ദൈവത്തെ വിട്ട് മാറിയില്ല. താൻ എന്നുള്ള ഒരു ഭാവന, അതാണ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? കുറച്ച് ബ്ലെസ്സിങ്ങും അനുഗ്രഹവും കുറച്ച് വിദ്യാഭ്യാസമോ എന്തെങ്കിലും കിട്ടാൻ ഉടനെ തന്നെ തലയിൽ ഇല്ലാത്ത കിരീടമൊക്കെ വാങ്ങിച്ച് വെച്ച് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ എല്ലാം തികഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിനേക്കാൾ ഇന്ന് പകല് ദാവീദിനെ പോലെ തന്നെത്താൻ താഴ്ത്തി അർദ്ധനഗ്നനായി ദാവീദ് ജനങ്ങളുടെയും സകലത്തിൻ്റെ മുമ്പിൽ ആത്മനിറവിൽ ആരാധിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ആ വ്യക്തിയെ കണ്ട് നമ്മളെല്ലാം പഠിക്കണം. ദാവീദിനെ കണ്ട് നമ്മളെല്ലാം പഠിക്കണം. ആരാധിക്കാൻ ഏതൊരു വിധത്തിലുള്ള തടസ്സവും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. പരിപൂർണമായ ഹൃദയത്തോടെ ദൈവത്തിനെ ആത്മനിറവിൽ ആരാധിക്കുക. ദാവീദ് ആരാധിച്ചുകൊണ്ട് നമ്മൾ മട്ടപ്ലാവിൽ നിന്ന് ഇറങ്ങി വന്ന് രാജ്ഞി മീഖൾ അവസാന സമയമായി, അവളെ തീരാനുള്ള സമയമായപ്പോൾ അവൾ ഇറങ്ങി വരികയാണ്.
പ്രൈസ് ദി ലോർഡ്. ഇറങ്ങി വന്നിട്ട് ദാവീദിനോട് പറയുകയാണ്, നിസാരനായ ഒരു വ്യക്തിയെപ്പോലെ ഒരു രാജാവായ നിങ്ങൾ ഈ ദാസന്മാരെയും ദാസിമാരുടെ മുമ്പിൽ തന്നെ നിങ്ങളുടെ മഹത്വം കെടുത്തിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് തിരിച്ചു പറഞ്ഞു, ഞാൻ കുടുംബത്തെ അനുഗ്രഹിക്കാനാണ് വന്നത്, പക്ഷേ നിൻ്റെ അപ്പൻ്റെ സ്വഭാവം തന്നെയാണ് നിനക്കും. എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് ചത്തുപോയ നിൻ്റെ അപ്പനെ പോലെ തന്നെ നീയും. അതുകൊണ്ട് ജീവിതകാലത്ത് നിനക്ക് തലമുറ ഉണ്ടാകത്തില്ല. പക്ഷെ നീ കളിയാക്കിയ ദാസിമാരുടെ മേൽ എൻ്റെ മഹത്വം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തിയുടെ ക്യാരക്ടർ. നിനക്ക് വേണമെങ്കിൽ ഒരു അഭിഷേകമുള്ളവനെ ഇറിറ്റേറ്റ് ചെയ്ത് ശാപം പിടിപ്പിക്കാം. പക്ഷേ അതേസമയം അബിഗേൽ എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട്. ദാവീദ് കല്യാണം കഴിച്ച അബിഗേൽ. ഹല്ലേലൂയ. ആ സഹോദരി വ്യത്യസ്തയാണ്. അവൾ ഒരിക്കൽ ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് നാബാൽ എന്ന് പറയുന്ന ഒരു ആളിൻ്റെ ഭാര്യയാണ് അബിഗേൽ. അറിയാമോ? നാബാൽ എന്ന് പറയുന്ന ആളിൻ്റെ ഭാര്യ. അയാൾ ഭയങ്കര പ്രഭുവാണ്. ദാവീദ് മരുഭൂമിക്കകത്ത് വളരെ കഷ്ടപ്പെട്ട് തകർന്നവനായി ഞാൻ നടക്കുമ്പോൾ, ആഹാരം കിട്ടാതെ വലഞ്ഞ് നടക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ വിട്ട് നാബാൽ എന്ന പ്രഭുവിൻ്റെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വിശന്ന് നടക്കുകയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണം. നാബാൽ പറഞ്ഞു, ഏത് ദാവീദ്? ഇവിടുത്തെ ദാവീദ്. എനിക്കാരെ അറിഞ്ഞൂടെ? അവൻ്റെയും കാര്യം തീരാറായപ്പോഴേ പറഞ്ഞത്. 10 ദിവസത്തിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് 10 ദിവസത്തിന് മുമ്പാണ് അവന് നീളം കയറി. അവൻ പറഞ്ഞു, ദാവീദിന് എനിക്കറിയത്തില്ല. ഏത് ദാവീദ്? എവിടുത്തെ ദാവീദ്? അപ്പോൾ ദാവീദ് കേട്ട ഉടനെ വാൾ എടുത്തുകൊണ്ട് നാബാലിനെ കൊല്ലാൻ വേണ്ടി വരുന്ന വഴിക്ക് വചനം പറയുന്നത്, വിവേകമുള്ള സുന്ദരി. ആരാണ്? സുന്ദരി അല്ല, വിവേകമുള്ളവൾ, സുന്ദരിയായവൾ തൻ്റെ ഭർത്താവ് കാണിച്ച വിഡ്ഢിത്തരത്തിനകത്ത് ഖേദിച്ച് ദാവീദിനെ വഴിയിൽ വെച്ച് തടഞ്ഞു. ഈ ഭോഷനായ ഒരു നായെ പോലെയുള്ള ഈ നാബാലിനെ കൊന്ന് നിന്റെ കരം രക്തക്കറ പുരട്ടരുതേ. അടിയൻ അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം. നീ രാജാവാകും, നീ അനുഗ്രഹിക്കപ്പെടും, നീ ഉയർച്ച പ്രാപിക്കും. നീ രാജാവാകുമ്പോൾ എന്നെ ഓർക്കണം. നിന്നെ ഒരു ശത്രുവും തൊടത്തില്ല. ഒരു പേജ് മുഴുവനും ആ സ്ത്രീ ദാവീദിനെ അനുഗ്രഹിക്കുക. 2 ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത്. 1 ശാപം എരന്ന് വാങ്ങുന്നവർ, 2 അഭിഷിക്തനെ അനുഗ്രഹിച്ച് അനുഗ്രഹം പ്രാപിച്ചവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം 2 അതാ പറഞ്ഞാൽ നിന്റെ വായ്ക്കകത്താണ് അനുഗ്രഹവും ജീവനും ഇരിക്കുന്നത്. ഏത് സാഹചര്യത്തെ ഇവിടെ കൊല്ലപ്പെടാം, തൻ്റെ സ്വന്തം ഭർത്താവ് കൊല്ലപ്പെടാം, പക്ഷേ ബുദ്ധിമതിയായ അവള് അഭിഷിക്തനെ അവൻ്റെ ഹൃദയത്തെ തണുപ്പിച്ചപ്പോൾ കൊലപാതകം മാറി, പകരം അനുഗ്രഹം വെളിപ്പെട്ടു. അവൾ രാജ്ഞിയായി മാറി. മറ്റവൾ രാജ്ഞി സ്ഥാനത്ത് നിന്ന് താഴോട്ട് പോയി. എല്ലാം നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞാൽ നിൻ്റെ കയ്യിലാണ് നിൻ്റെ ഭാവി, നിൻ്റെ കയ്യിലാണ് നിൻ്റെ ഭാവി. നിന്റെ സാഹചര്യങ്ങളെ നോക്കി നീ നെഗറ്റീവ് പറയാതെ ആ സാഹചര്യങ്ങളെ നിനക്ക് അനുകൂലമാക്കി മാറ്റാൻ നിനക്ക് സാധിക്കും. ഏത് സാഹചര്യത്തിലും നിന്റെ വായിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് ആ സാഹചര്യത്തെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ നിനക്ക് സാധിക്കും. പത്മോസ് എന്ന് പറയുന്ന സ്ഥലത്തെ ശാപം പിടിച്ച് മരണകരമായ പത്മോസിനെ യോഹന്നാൻ പറഞ്ഞു, ഇത് കർത്തൃ ദിവസം, ഇവിടെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. ഈ സ്ഥലം അനുഗ്രഹിക്കപ്പെട്ടത് ഈ കഴിഞ്ഞ നാൾ വരെ ശാപം പിടിച്ചതായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു, ഇത് കർത്തൃ ദിവസമാണ്. ഇവിടെ സ്വർഗം ഇറങ്ങും, ആകാശം തുറക്കും, സ്വർഗം തുറക്കും. ഞാൻ എൻ്റെ ദൈവത്തെ കാണും. ഈ സ്ഥലം അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം. ഹല്ലേലൂയ, സ്തോത്രം. ജീവനും മരണവും നിന്റെ അകത്താണ് ഇന്ന് പകലിരിക്കുന്നത്. സഹോദര സഹോദരി, നിനക്ക് ഒരു അനുഗ്രഹമാകാൻ സാധിക്കും. നിന്റെ ഭർത്താവിനെ നോക്കി പരസ്യമായി അവരെ അനുഗ്രഹിക്കാൻ നിനക്ക് സാധിക്കും, പരസ്യമായി കളിയാക്കാനും സാധിക്കും. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ കളിയാക്കാനും സാധിക്കും, അവരിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനും നിനക്ക് സാധിക്കും. ഒരു സഭയിൽ നീ ഒരു അനുഗ്രഹമാകാൻ പറ്റും, നീ ഒരു ഇറിറ്റേറ്റഡ് ക്യാരക്ടറായി മാറാൻ സാധിക്കും, നിനക്ക് എല്ലാം ആകാൻ സാധിക്കും. എന്നാൽ ഇന്ന് നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കുന്നു അതാണ് നിന്റെ ഭാവി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നല്ലത് തിരഞ്ഞെടുക്കുന്നവൻ, നല്ലത് വിതയ്ക്കുന്നവൻ, ആത്മാവിൽ നല്ലത് വിതയ്ക്കുന്നവൻ അത് നല്ലത് കൊയ്യും. ജഡത്തിൽ തീയത് വിതയ്ക്കുന്നവൻ ജഡത്തിൽ അത് കൊയ്യാനിടയാകും. അതാ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യാക്കോബ് വിതച്ചത് ദോഷകരമായിട്ടാണെങ്കിലും വാഗ്ദത്തം കേട്ടപ്പോൾ അവൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി. കല്ലിനെ നോക്കി പറയുന്നത് എൻ്റെ തലയണ. ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ വീണ്ടും മാറി, തലയണ മാറി. അതിനുശേഷം പറഞ്ഞു, ഈ കല്ല് ഒരു വിളക്കാക്കി ഞാൻ മാറ്റും, ഈ ആലയത്തിൻ്റെ ഒരു വിളക്കാക്കി മാറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യക്തിക്ക് എല്ലാ സാഹചര്യങ്ങളും മാറ്റാൻ സാധിക്കും.
യാക്കോബിനെല്ലാം മാറ്റാൻ സാധിക്കുന്ന ഒരു അഭിഷേകം അവൻ്റെ അകത്ത് വന്നു. അവൻ ഈ വിളക്ക് കത്തിച്ച് കല്ലിനെ എടുത്ത് നിർത്തി തലയണയായിട്ട് നിർത്തിയിരുന്ന കല്ലിലെ ഒരു വിളക്കാക്കി നിർത്തിയിട്ട് അവിടെ വിട്ടുപോയി. ഹല്ലേലൂയ. അന്ന് മുതൽ അവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. വാഗ്ദത്തമുള്ളവൻ്റെ കൂടെ എപ്പോഴും ദൈവമുണ്ട്. നീ അവിശ്വസ്തനായി തീർന്നാലും നിന്റെ മേൽ എന്ന് അഭിഷേക തൈലം വീഴുന്നുവോ അന്ന് മുതൽ നീ ഏത് മരുഭൂമിക്കകത്താണെങ്കിലും ഈ ലോകത്തിലുള്ള സകലരും നിന്നെ ഒറ്റപ്പെടുത്തിയാലും ഒരിക്കലും കൈവിടാത്തൊരു ദൈവം നിന്റെ കൂടെയുണ്ട്. നീ അറിയാത്ത, കാണാതെ, നീ ഒരുപക്ഷെ കാണുന്നില്ല, നീ അറിയുന്നില്ല, പക്ഷേ എന്ന് വാഗ്ദത്തം വീണോ, എന്ന് അഭിഷേകം വീണോ, എന്ന് ആ തൈലപാത്രം തൈലക്കൊമ്പ് നിന്റെ മേൽ പതിച്ചുവോ അന്ന് മുതൽ നിന്റെ കൂടെ നീ പോലും അറിയാതെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ എപ്പോഴും കൈവിടാതെ ഉപേക്ഷിക്കാതെ നിന്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് വിചാരിച്ചു പിന്നെ അതാ അപ്പനെ പോലെ തന്നെ അപ്പനും അമ്മയും വിവാഹത്തിൻ്റെ ഒരു സംഭവം നടന്നത് ഒരു കിണറ്റിൻ്റെ കരയിൽ വെച്ച റിബേക്ക വെള്ളം കോരി കൊണ്ട് നിന്നപ്പോൾ ഏലിയാസർ കണ്ടു. ഇതാ യാക്കോബിൻ്റെ ലൈഫിൽ അടുത്തൊരു കിണർ അവിടെ നിൽക്കുകയാണ്. റാഹിൽ നിൽക്കുന്നു, വെള്ളം കോരുന്നു. അതേ ചരിത്രം, അപ്പൻ്റെ അമ്മയുടെയൊക്കെ അതേ ചരിത്രം. അതാ പറഞ്ഞത്, അപ്പൻ്റെയും അമ്മയുടെയും പോലെ ഇരിക്കുന്നു എന്ന് പറയരുത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അപ്പനെ പോലെയാണ് ഞാൻ, എൻ്റെ അമ്മയെ പോലെയാണ് ഞാൻ, അതും ഇരിക്കട്ടെ, പക്ഷേ സ്വഭാവം അങ്ങനെ ആവരുത്. പ്രൈസ് ദി ലോർഡ്. അതിന് പകരം ഞാൻ യേശുവിൻ്റെ സ്വഭാവമാണ് എന്ന് നീ പറയുന്നതായിരിക്കും നല്ലത്. ഹല്ലേലൂയ. കാരണം അതായിരിക്കും ഏറ്റവും ബ്ലെസ്സിങ്. ചിലർ പറയും എൻ്റെ അപ്പനെ പോലെ ഞാൻ ഇരിക്കാൻ നല്ലതാ, അപ്പനെ പോലെ ഇരിക്കാൻ നല്ലതാ, പക്ഷേ സ്വഭാവം മാറണം, ചിന്താഗതി മാറണം. കാരണം ഇതൊരു പാരമ്പര്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശൗലിൻ്റെ മകളുടെ സ്വഭാവം ശൗലിൻ്റേതായതുകൊണ്ടാണ് അവൾ ശാപം പിടിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവമായിരുന്നെങ്കിൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടനെ. ഹല്ലേലൂയ. ഇവിടെ റിബേക്കയും ഈ പിന്നെ ഇസ്ഹാക്കും തമ്മിൽ വിവാഹം കഴിക്കാൻ ഒരു സാഹചര്യം ഒരുങ്ങിയത് ഒരു കിണറ്റിൻ്റെ കരയിലാണെന്ന് പറയുന്നത് പോലെ യാക്കോബിൻ്റെ വിവാഹം എന്ന് പറയുന്നത് റാഹേലിനെ കിണറ്റിൻ്റെ അവിടെ വെച്ചാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. കണ്ട ഉടനെ അവർ തമ്മിൽ ഭയങ്കര സന്തോഷമായി, ഭയങ്കര ലവായി. പക്ഷേ ആദ്യം പിന്നെ വിവാഹം കഴിച്ചത് റാഹേലിനെ അല്ല, ലേയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലേയുടെയും ഈ റാഹേലിൻ്റെ ലൈഫ് നോക്കുമ്പോൾ ലേയ എപ്പോഴും തൻ്റെ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെണ്ണ്. എപ്പോഴും ചേട്ടൻ എപ്പോൾ വരും, ചേട്ടൻ എപ്പോൾ വരും, എൻ്റെ ഹണി എപ്പോൾ വരും, ചേട്ടാ എപ്പോൾ വരും, ഊണ് കഴിച്ചോ, പിന്നെ ഇപ്പോൾ എവിടെ ഉണ്ട്, പിന്നെ വൈകുന്നേരം വരുമോ, പിന്നെ 5 മണിക്ക് വരുമോ, ഇപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യമാരുണ്ട്. അപ്പോൾ ഭർത്താക്കന്മാർക്ക് ദേഷ്യം വന്ന് ഇറിറ്റേറ്റായി ഭയങ്കരമായിട്ട് തെറി വിളിക്കും. പക്ഷേ ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ഭർത്താവ് അങ്ങനെയുള്ളവരാണ്. കാരണം എപ്പോഴും ഭാര്യ ഭർത്താവിനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുന്ന ഒരു ഭാര്യ, അതാണ് ലേയ. പക്ഷേ റാഹേലിന് ഇതൊന്നും ഒരു വിഷയമില്ല. ഭയങ്കര സുന്ദരിയാ. പക്ഷേ യാക്കോബ് എവിടെ പോയാൽ എന്ത്, എങ്ങോട്ട് പോയാൽ എന്ത്, എപ്പോൾ വന്നാലെന്ത്, നോ പ്രോബ്ലം. 2 ക്യാരക്ടർ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലേയ മുയലിനെ പോലെയാണ്. കാരണം എപ്പോഴും യാക്കോബിന് വേണ്ടി കാത്തിരിക്കുന്നു, പക്ഷേ അതുപോലെ തന്നെ തലമുറകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഭയങ്കര അനുഗ്രഹം, ഒരു വർധനവ്. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ മൾട്ടിപ്ലിക്കേഷൻ ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. 10, 6, 7 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം ഭർത്താവിന് അത്രയ്ക്ക് താല്പര്യമാണ്, ഇഷ്ടമാണ്, വെയിറ്റ് ചെയ്തിരിക്കുക, കാത്തിരിക്കുക. അപ്പോൾ റാഹേൽ എപ്പോഴും വെറുതെ എനിക്ക് മക്കളില്ല. അപ്പോൾ യാക്കോബ് പറയും, ഞാൻ നിനക്ക് മക്കളെ തരാൻ ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. 30-ാം അധ്യായം 22-ാം വാക്യം ഉൽപ്പത്തി ഒന്ന് വായിച്ചാട്ടെ. ദൈവം റാഹേലിനെ ഓർത്തു, ദൈവം അവളുടെ അപേക്ഷ കേട്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയാണ്, ദൈവം റാഹേലിനെ ഓർത്തു. നാളുകളായിട്ടുള്ള നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിന്നെ ഓർക്കുന്ന ഒരു സീസൺ ഇതാ വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ എത്രത്തോളം കരഞ്ഞ്, എത്രത്തോളം വെയിറ്റ് ചെയ്ത്, എത്രത്തോളം കാത്തിരിക്കുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, ഇന്ന് പകൽ എൻ്റെ ദൈവം നിന്നെ ഓർക്കാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുകയാണ്? ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, എൻ്റെ ദൈവം നിന്നെ ഓർക്കുന്നൊരു സീസൺ. എല്ലാവരെയും ദൈവം ഓർക്കുന്നൊരു സമയമുണ്ട്. നിന്നെ ദൈവം ഓർക്കാൻ പോവുകയാണ്. നിന്റെ വിഷയത്തെ ദൈവം കാണാൻ പോകുന്നു. നിന്റെ വിഷയത്തെ ഓർത്ത് നിന്നെ ദൈവം ഓർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഓർത്തപ്പോൾ അടഞ്ഞത് തുറന്നു. അടുത്ത് പറഞ്ഞിട്ട്, ദൈവം ഓർത്താൽ, നിന്റെ പേരിനെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വന്നാൽ ഏതടഞ്ഞതും തുറക്കപ്പെടും. ഗർഭപാത്രം തുറന്നു. അപ്പോൾ അടയ്ക്കുന്നതും തുറക്കുന്നത് ആരാ? ദൈവം. അപ്പോൾ ദൈവം നിന്നെ ഓർക്കണമെങ്കിൽ നിന്റെ കരച്ചിൽ അവിടെ എത്തണം, നിന്റെ പ്രാർത്ഥന അവിടെ എത്തണം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവിടെ എത്തണം. അവിടെ എത്തുമ്പോൾ
നിന്റെ ഹൃദയത്തിൽ എത്രത്തോളം ആ വിശ്വാസത്താൽ ആ വാഗ്ദത്തം പ്രാപിക്കാനുള്ള വാഞ്ചയുണ്ടോ അത് സ്വർഗം കാണും, ചലിക്കും, ദൈവം നിന്നെ ഓർക്കും. പ്രൈസ്. ദൈവം നിന്നെ ഓർക്കുമ്പോൾ നിന്റെ അടഞ്ഞ ഗർഭപാത്രം തുറക്കാൻ പോവുകയാണ്. നിന്റെ അടഞ്ഞ ചില വഴികൾ തുറന്നു വരാൻ പോവുകയാണ്. ചില വാഗ്ദത്തങ്ങൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നീ കാണാൻ പോകുന്നു, നീ അനുഭവിക്കാൻ പോവുകയാണ്. മനുഷ്യൻ വിചാരിച്ചാൽ നടക്കത്തില്ല, ഒരു മനുഷ്യനും വിചാരിച്ചാൽ നടക്കത്തില്ല. യാക്കോബ് പറയും, ഞാൻ ദൈവമല്ല നിനക്ക് തലമുറയെ തരാൻ. യാക്കോബ് അല്ല തലമുറയെ കൊടുത്തത്, അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനമാണ് തലമുറകൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ യാക്കോബിനെ അല്ല റാഹേലിനെ ദൈവം ഓർത്തു. ഉടനെ തന്നെ യോസേഫ് എന്ന് പറഞ്ഞ കുഞ്ഞുണ്ടായി. യോസേഫ് ഉണ്ടായപ്പോൾ പിന്നെ റാഹേൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ യോസേഫ് എന്ന് പേരിട്ടത് റാഹേലാണ്. ആ പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക. എന്താണ്? ഒന്നുകൂടെ വരും. അന്ന് റാഹേൽ ഇപ്രകാരം പറഞ്ഞു, ഇനി ഒരു കുഞ്ഞിനെയും കൂടെ ആര് തരുമെന്ന്. അങ്ങനെ പറയാൻ ദൈവം പറഞ്ഞോ? ദൈവം പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അടുത്ത് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ഡയലോഗ് നീ അടിക്കരുത്. നിന്റെ നികളവും അഹങ്കാരവും കയറി നീ ആവശ്യമില്ലാതെ ഡയലോഗ് അടിച്ചാൽ ഒന്ന് വരും, പക്ഷെ നീ കാണില്ല. ഹല്ലേലൂയ. എപ്പോഴും ഓർക്കുക, ഇത് കളിച്ച കളിയല്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ കയ്യിലിരിക്കുന്ന ബൈബിളും നിന്റെ പുതിയ നിയമ ശുശ്രൂഷയും അല്ലെങ്കിൽ നിന്റെ വിശ്വാസ ജീവിതവും കളിച്ച കളിയല്ല. നിന്റെ നാവ് ഒരു കളിച്ച കളിയല്ല. നിന്റെ സംസാരം ഒരു കളിച്ച കളിയല്ല. നീ നിസാരമായി ഒന്നും പറയരുത്. നീ ചാടിക്കേറി പ്രവചിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഏറ്റവും വലിയ അപകടം അവൾ വിളിച്ചു വരുത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ മൊത്തം കള്ളം കപടം വഞ്ചന ചതിയായി പെണ്ണുപിള്ള. പ്രൈസ് ദി ലോർഡ്. കാരണം റാഹേല് അപ്പൻ്റെ വിഗ്രഹം എടുത്ത് മോട്ടിച്ചു, അതിൻ്റെ മുകളിൽ കയറി ഇരുന്നു. അപ്പം വന്നപ്പോൾ ഞാൻ ഒന്നും കണ്ടില്ല, ഞാൻ അറിഞ്ഞുമില്ല. കള്ളം, ഭർത്താവിനോട് കള്ളം, എല്ലാവരോടും കള്ളം, നുണയും പരദൂഷണവും എല്ലാം, എല്ലാ പരിപാടിയും കയ്യിലുണ്ട്. ഈ സ്ത്രീ ചാടിക്കയറി പറയാം, ഒന്നിനെയും കൂടെ ദൈവം തരുമെന്ന്. ഇവളുടെ അടുത്ത് പറയാൻ പറഞ്ഞോ, ദൈവം വാതിൽ തുറന്നാൽ നീ നിന്ന് കൊടുത്താൽ മതി. പിന്നെ നീ കയറി അവിടെ ദൈവമാകേണ്ട കാര്യമില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ആയിട്ട് അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യരുത്. നീ വാ തുറന്നൊന്നും പറയേണ്ട കാര്യമില്ല. ആ അനുഗ്രഹത്തെ മുഴുവനും പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച് പ്രാപിക്കാൻ തക്കവണ്ണം നിന്നെ തന്നെ നീ സമർപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവിടെ നീ ദൈവമായി മാറരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റാഹേൽ പറഞ്ഞു, ഇനി ദൈവം എനിക്ക് ഒന്നിനെ കൂടെ തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നിനെ കൂടെ കൊടുത്തു. പക്ഷേ അതോടുകൂടി റാഹേൽ മരിച്ചു. റാഹേലിൻ്റെ ജീവിതം അതുകൊണ്ട് അവസാനിച്ചു. വഴിയിൽ അടക്കിയെന്ന് പറഞ്ഞു, വഴിയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഈ ആളിൻ്റെ പേരാ ഒന്നുകൂടെ എന്നാണ് യഥാർത്ഥത്തിൽ യോസേഫിൻ്റെ പേരിൻ്റെ അർത്ഥം. ഒന്നുകൂടെ, +1. ഹല്ലേലൂയ. യോസേഫും. പക്ഷേ യോസേഫിനെ ദൈവം, സ്വന്തം മാതാവ് അങ്ങനെ പറഞ്ഞെങ്കിലും ദൈവം യോസേഫിന് കൊടുത്ത അഭിഷേകം ഒന്നുകൂടെ അല്ല, ഒരു മൾട്ടിപ്ലിക്കേഷൻ ഗ്ലോറി. ഈ യോസേഫാണ് വർദ്ധനവിൻ്റെ അഭിഷേകം ചുമന്നവൻ. താൻ എവിടെ ചെന്നാലും വർദ്ധിക്കും, പെരുകും, വർദ്ധിക്കും, പെരുകും. ആ അഭിഷേകം യോസേഫിൻ്റെ അകത്ത് കൊടുത്ത ഇത് ദൈവമാണ്. കാരണം സ്വന്തം മാതാവും പിതാവും അടക്കമുള്ളവർ നെഗറ്റീവായി പറഞ്ഞപ്പോൾ എൻ്റെ ദൈവം യോസേഫിനെ വർദ്ധിപ്പിക്കുന്ന ഒരു അഭിഷേകത്താൽ നിറച്ചുവെങ്കിൽ ഇതിനകത്തിരിക്കുന്ന നിന്റെ അപ്പനും അമ്മയും ഒക്കെ നിന്നെ നോക്കി, പിതാവും മാതാവോ സഹോദരങ്ങളോ അധ്യാപകന്മാരോ നാട്ടിലുള്ളവരോ നിന്നെ നോക്കി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് പകൽ വിശ്വാസമുണ്ടോ? നിന്റെ അകത്ത് ദൈവം പകരുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം വ്യത്യസ്തമായ ഒരു അഭിഷേകമാണ്. ആ അഭിഷേകം നിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നീ വർദ്ധിക്കാൻ തുടങ്ങും, നീ പെരുകാൻ തുടങ്ങും, നിന്റെ ജീവിതം മാറും, നിന്റെ സ്ഥിതി മാറുന്നത് ഈ അഭിഷേകമാണ്. ഓരോ വ്യക്തിയുടെ അകത്ത് ഒരു അഭിഷേകമുണ്ട്. അവരുടെ ആരുടെയും ജീവിതം അപ്പന്റെ കയ്യിലല്ല, അമ്മയുടെ കയ്യിലല്ല, നാട്ടുകാരുടെ കയ്യിലല്ല, വീട്ടുകാരുടെ കയ്യിലല്ല. കർത്താവ് പറയുകയാണ്, നിന്റെ മേൽ നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവമാണ് നിന്റെ അകത്തൊരു അഭിഷേകം പകർന്നിരിക്കുന്നത്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നീ വിശ്വസിച്ചാൽ എൻ്റെ ദൈവം പറയുകയാണ്, നിന്നെ വർദ്ധിപ്പിക്കാൻ ദൈവം ശക്തനാണ്. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ പെരുകുമാറാക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിച്ച് പെരുകുമാറാക്കും. നീ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളമായി മാറത്തില്ല. ഹല്ലേലൂയ. കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കാൻ പോവുക. അടുത്തിരിക്കുന്നവരെ നോക്കി 10 പ്രാവശ്യം പറ, ഒരു 5 പ്രാവശ്യം പറ, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോവുക.
പ്രൈസ് ദി ലോർഡ്. ഹാലെ തട്ടിപ്പറ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോവുക. ഇതൊരു സീസണാണ്. ഈ സഭയെ വർദ്ധിപ്പിക്കാൻ പോകുന്നു, നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുന്നു, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോവുകയാണ്. ദൈവം പറയുന്നു വർദ്ധിപ്പിക്കാൻ പോകുന്നു. കാരണം ദൈവമാണ് ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുന്നത്, ദൈവമാണ് ഒരു വ്യക്തിയെ വിളിക്കുന്നത്, മനുഷ്യനല്ല. അപ്പൻ പ്രവാചകനായിരിക്കാം, അമ്മ പ്രവാചികയായിരിക്കാം, പക്ഷെ നിന്നെ വിളിച്ചത് ദൈവമാണ്, നിന്നെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഒരു പാസ്റ്റർ നിന്നെ നോക്കി പറയുന്നതിനപ്പുറം, ഒരു പ്രവാചകൻ നിന്നെ നോക്കി പറയുന്നതിന് അപ്പുറം എന്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. യാക്കോബ് അല്ല, ഹല്ലേലൂയ, റിബേക്കയല്ല, റാഹേലല്ല, യോസേഫിന്റെ അകത്ത് യോസേഫിന് ജന്മം കൊടുത്ത ദൈവമാണ്, യോസേഫിനെ സൃഷ്ടിച്ചത് ദൈവമാണ്. യോസേഫിനെ സൃഷ്ടിച്ചപ്പോഴേ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പദ്ധതി നിന്നെ കുറിച്ചുള്ളത് നിന്റെ അപ്പൻ അറിയത്തില്ല, നിന്റെ അമ്മയ്ക്ക് അറിയത്തില്ല, നിന്റെ നാട്ടുകാർക്ക് അറിയത്തില്ല, നിന്റെ ഭർത്താവിന് നിന്നെ കുറിച്ച് അറിയത്തില്ല, നിന്റെ ഭാര്യയ്ക്ക് നിന്നെ കുറിച്ച് അറിയത്തില്ല. നിന്നെ അറിയുന്നവൻ ഒരുവൻ മാത്രമാണ്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ മാത്രമേ നിന്നെ കുറിച്ച് അറിയത്തുള്ളൂ. പറഞ്ഞാട്ടെ, എന്നെ അറിയുന്ന ഒരുവനുണ്ട്. പറഞ്ഞാട്ടെ, എന്നെ അറിയുന്നവൻ ഒരുവനുണ്ട്. എന്നെ അറിയുന്ന ഒരുവനുണ്ട്. ഞാൻ സാധാരണ ഒരു വ്യക്തിയല്ല. ഞാൻ ഇതുപോലെ ഇരിക്കത്തില്ല. ഞാൻ വളരാൻ പോവുകയാണ്, ഞാൻ വർദ്ധിക്കാൻ പോവുകയാണ്, ഞാൻ പെരുകാൻ പോവുകയാണ്, ഞാൻ ഉയർച്ച പ്രാപിക്കാൻ പോവുകയാണ്. ഞാൻ വാലല്ല തലയാകുവാൻ പോകുന്നു. വിളിച്ചു പറ, വാ തുറന്നു പറ. നിന്റെ വായിലായിരിക്കുന്നത്, നിന്റെ ഹൃദയത്തിനകത്താണ് ഇരിക്കുന്നത്. യെസ്, അബിഗേൽ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട രാജ്ഞിയായി മാറിയതുപോലെ ഇന്ന് പകല് നിനക്ക് നിന്റെ വായിൽ നിന്നും പുറത്തു വരുന്ന പ്രവചന ദൂതുകളാൽ നിന്നെ ഉയർത്താൻ സാധിക്കും. നിന്റെ സ്ഥിതി മാറും. എസ്തേർ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, രൂത്ത് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ. ഹല്ലേലൂയ. രൂത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ കുടുംബത്തിലോട്ട് കയറി വരുമെന്ന് ചില വിവാഹങ്ങൾ ബ്ലെസ്സിങ്ങിലോട്ട് നടത്തും. ഏത് മരണം വിതച്ച ശാപം നിറഞ്ഞ കുടുംബത്തിനകത്ത് നിന്നും രൂത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി കയറി വന്നപ്പോൾ ചരിത്രം മാറുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിനക്ക് നിന്റെ ചരിത്രത്തെ മാറ്റാൻ സാധിക്കും. ഹല്ലേലൂയ. അതിനുള്ളൊരു ആയുധമാണ് നിന്റെ നാവെന്ന് പറയുന്നത്. നിനക്ക് അനുഗ്രഹങ്ങളെ വിളിച്ചു പറയാൻ സാധിക്കും. നിന്റെ അപ്പന്റെ കയ്യിലല്ല നിന്റെ ഫ്യൂച്ചർ, ആരുടെ കയ്യിലല്ല നിന്റെ ഫ്യൂച്ചർ. ഹല്ലേലൂയ. അപ്പൊ അമ്മ പറഞ്ഞത് ഒന്നുകൂടെ ആഡ് ചെയ്യും. ഇതാ അവന്റെ പേരിന്റെ അർത്ഥം. ബെഞ്ചമിൻ കൂടെ യോസേഫിനെ സ്വർഗത്തിലെ ദൈവം വ്യത്യസ്തനാക്കി. ഒരു കുടുംബത്തിന്റെ മുഴുവൻ അനുഗ്രഹമായി യോസേഫ്. ഇത്രയും സഹോദരങ്ങൾക്ക് യോസേഫ് ഒരു അനുഗ്രഹമായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോസേഫിന് വേണ്ടി അപ്പൻ ഉണ്ടാക്കി വെച്ചത് ഒരു അങ്കി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ എന്നും കാണും. സഹോദരങ്ങളുടെ നുണയെല്ലാം പറഞ്ഞ് എൻ്റെ കൂടെ എന്നും എൻ്റെ ഇളയ മകൻ കാണുമെന്ന് പറഞ്ഞ് ഒരു അങ്കിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ദൈവം അതിനെ അങ്ങ് വലിച്ചു കീറി കളഞ്ഞു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പരിപാടി, നീ ഉണ്ടാക്കുന്നതെല്ലാം ദൈവം വലിച്ചു കീറും. നീ ഉണ്ടാക്കുന്നതെല്ലാം ദൈവം തകർക്കും. കൂട് പൊളിയുന്നെങ്കിൽ ഓർത്തോളം പുതിയത് വരാൻ സമയമായി. കൂട് പൊളിയുന്നുണ്ടോ? നീ ഉണ്ടാക്കി വെച്ച ചില കൂടുകളൊക്കെ ദൈവം പൊളിക്കാൻ പോകുന്നു. നിന്നാൽ നീ തന്നെ നിൻ്റെതായ മൈൻഡിനകത്ത് ഐഡിയ പൂർവ്വം ചെയ്തു വെച്ച സകലത്തിനെയും ദൈവം പൊളിക്കും. എന്നിട്ട് ദൈവം പുതിയതിനെ ദൈവം ഒരുക്കാൻ പോകുന്നു. കൂട് പൊളിയുന്നത് പറക്കാൻ വേണ്ടിയാണ്. ഒരു പക്ഷിയുടെ കൂട് പൊളിക്കുന്നത് എന്നും അതിനകത്ത് കിടക്കാതെ, എന്നും അതിനകത്തായി പോകാതെ, ഒരു സ്വതന്ത്രമായ പറക്കലിന് മുമ്പ് നീ ആയിരിക്കുന്ന കംഫർട്ട് സോണിനകത്ത് നിന്ന് എൻ്റെ ദൈവം നിന്നെ പൊളിച്ച് പുറത്ത് കൊണ്ടുവരും. യോസേഫ് അപ്പന് പ്രിയപ്പെട്ടവനാണ്. പക്ഷേ യോസേഫ് അപ്പന് പ്രിയപ്പെട്ടവനായി വീട്ടിൽ കിടന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പ്ലാന് നടക്കത്തില്ല. യോസേഫ് മിസ്രൈമിൽ പോയാൽ മാത്രമേ വരുന്ന ക്ഷാമകാലത്ത് ഇസ്രായേൽ ജനത്തിന് ഒരു അനുഗ്രഹമാകാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ചില കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, കൂട് പൊളിക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ, ചിലതൊക്കെ തകർന്ന അനുഭവങ്ങളിലൂടെ പോകുന്നവരെ നോക്കി ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. നിന്റെ ജീവിതത്തിൽ സ്വതന്ത്രമായ ചില യാത്രകൾ, പുറപ്പാടുകൾ, ചില പുതിയ വഴികൾ, വാതിലുകൾ, ചില ശുശ്രൂഷകൾ എൻ്റെ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ദൈവത്തെ ശക്തിയോടെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. എല്ലാ ഈവിൾ സ്പിരിറ്റുകളെ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ മണ്ഡലങ്ങളും അഴിയട്ടെ. എല്ലാ പൈശാചികമായ നുഖങ്ങള്, സ്പിരിച്വൽ വേൾഡിനകത്ത് വ്യാപരിക്കുന്ന ഡ്രൈനസ്സുകളെ, എവരിത്തിങ് ഐ ബ്രേക്ക്.
വിട്ടോ സാത്താൻ, യേശുവിന്റെ നാമത്തിൽ സർപ്പശക്തികൾ അടിയട്ടെ. ഗാഢനിദ്രയുടെ ആത്മാവ് അടിയട്ടെ. എല്ലാ പൈശാചിക മരവിച്ചിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ. ഹൃദയത്തിനകത്ത് ദൈവവചനം കത്തി കാളട്ടെ. തീയായത് വ്യാപരിക്കട്ടെ. ഹൃദയത്തിനകത്തൊരു വെളിപ്പാട് കത്തട്ടെ. എല്ലാ മേഖലകളും അടഞ്ഞിരിക്കുന്ന കാതുകൾ തുറക്കട്ടെ. ഹൃദയങ്ങൾ തടിച്ചിരിക്കുന്ന തുറക്കട്ടെ. വെളിപ്പാടുകൾ ഇതിനകത്ത് കയറട്ടെ. യെസ്, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ യേശുവിൻ നാമത്തിൽ റിലീസാകട്ടെ. കർത്താവ് പറയുക, നിന്നെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. നീ ഒരു വർധനവായി മാറാൻ പോവുകയാണ്. കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്ന നീ ഒറ്റയ്ക്ക് ഒതുങ്ങി ജീവിക്കാനല്ല, അതിനാണ് നിന്റെ കൂടുകൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്ലാനുകളെ തകർക്കുക, മനുഷ്യന്റെ ബുദ്ധി കേന്ദ്രങ്ങളെ തകർക്കുക, മനുഷ്യന്റെ ഗൂഢാലോചനകളെ തകർക്കുക. എന്നിട്ട് ദൈവത്തിന്റെ പദ്ധതിക്കായി നിന്നെ പുറത്തു കൊണ്ടുവരിക. അതാണ് ദൈവം നിന്നിൽ ഇട്ടിരിക്കുന്ന വലിയ പദ്ധതി എന്ന് പറയുന്നത്. നിന്റെ അപ്പൻ നിനക്കുണ്ടാക്കി തന്നിരിക്കുന്ന ഷർട്ടെല്ലാം വലിച്ചു കീറപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പന് നിന്നെക്കുറിച്ചുള്ള ഇഷ്ടം വേറെ ആയിരിക്കാം, പക്ഷേ ദൈവം പറയും, എൻ്റെ പിതാവിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടം IT ഒക്കെ പഠിച്ച് JTCയിലൊക്കെ കൊണ്ടുവന്നാക്കിയത് IT ഒക്കെ പഠിച്ച് വെളിയിലിറങ്ങി ഗൾഫിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്താനാണ്. സ്വർഗത്തിലെ അതിനെ പൊളിച്ചങ്ങ് എഴുതി. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിനും അവിടെ എഴുന്നേറ്റം പിടിക്കാൻ പറ്റിയില്ല, എനിക്ക് പോകാനും പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ്റെ പ്ലാനൊക്കെ നടന്നിരുന്നെങ്കിൽ നമ്മൾ ആരും ഇവിടെ കാണത്തില്ല. ഇന്നും 75,000 രൂപ കിട്ടാനുണ്ട് ഗൾഫിൽ പോകാൻ വേണ്ടി കൊടുത്തതേ ഓർമ്മയുള്ളൂ. ഇന്നുവരെ അവനെ കണ്ടിട്ടില്ല പിന്നെ. ഹല്ലേലൂയ. അപ്പം നിങ്ങളെയൊക്കെ കുറിച്ച് നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കൊക്കെ വലിയ പ്ലാനും പദ്ധതി, എൻ്റെ മകനെ അതിനാണ് ഇതിനാണ്. ഒരുപാട് പേരുണ്ട്, അവർ സ്വന്തമായിട്ട് തന്നെ അവിടുന്ന് ഓരോന്നങ്ങ് തുടങ്ങും, പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ അവർ ചോദിക്കില്ല, ദൈവത്തിൻ്റെ പദ്ധതി ഒന്നും അവർ ചോദിക്കത്തില്ല. കാരണം അവർക്ക് കുറേ പൈസയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ വിളിയുള്ള നീ തിരിച്ചറിയണം, നിന്റെ പ്ലാനും പദ്ധതിയും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ എവിടെ കൊണ്ടുവന്ന് എത്ര ലക്ഷം എത്ര കോടി ഇട്ടാലും എല്ലാം പൊട്ടി പാളീഷായി തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൊട്ടുമ്പോൾ നീ പറയാം, അയ്യോ എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ലല്ലോ. എന്താ കാരണം? നീ ദൈവത്തിനോട് ചോദിച്ചിട്ടാണോ ചെയ്തത്? ദൈവത്തിനോട് പറഞ്ഞിട്ടാണോ? ദൈവം നിന്നോട് പറഞ്ഞോ ഇതൊക്കെ ചെയ്യാൻ? ദൈവം പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ഷോപ്പ് ഇടാം, ബിസിനസ് ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. എന്താ നമ്മൾ ചെയ്യാത്തത്? ദൈവം അത് പറയുന്നില്ല. ദൈവം പറയുമ്പോൾ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനിലല്ലാത്തത് എന്തെങ്കിലും നിന്റെ ലൈഫിലുണ്ടെങ്കിൽ ഇന്ന് ഓർത്തോ, ദൈവം അത് പൊളിക്കാൻ പോവുകയാണ്. ഇത് പൊളിക്കുന്നത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, നീ ദൈവത്തിൻ്റെ പ്ലാനിനകത്ത് കയറാൻ. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ, ഒരു വ്യക്തിക്കല്ല ഒരു രാജ്യത്തിന് മുഴുവനും ഒരു അനുഗ്രഹമായി നീ മാറേണ്ടതിന് ഇന്ന് പകൽ ചില പ്രതികൂലങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ, കൂട് പൊളിച്ച അനുഭവങ്ങളിലൂടെ, തകർന്ന അനുഭവങ്ങളിലൂടെ നീ പോകുകയാണെങ്കിൽ കർത്താവ് പറയാണ്, നീ ഭാരപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോസേഫിനെ അപ്പം കൂടെ നിർത്തിയതാ, പക്ഷേ സഹോദരങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്തു? പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. ഏത് കിണറ്റിൽ ആര് തള്ളിയിട്ടാലും ഞാൻ പറയട്ടെ, കൂടെ നടക്കുന്നവരാണ് നിങ്ങളെ തള്ളിയിടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഹല്ലേലൂയ. വെളിയിൽ നിന്ന് ആരും വന്ന് നിന്നെ തള്ളിയിടൂല, പക്ഷേ നിന്റെ സ്വന്തം കുടുംബക്കാർ തന്നെ ഒരുപക്ഷെ നിന്നെ തള്ളിയിടാൻ വഴിയുണ്ട്. പ്രൈസ്. നിന്റെ രക്തബന്ധങ്ങൾ തന്നെ ഒരുപക്ഷെ നിന്നെ കുഴിക്കകത്ത് തള്ളിയിടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ഏത് രക്തബന്ധം നിന്നെ തള്ളിക്കളഞ്ഞാലും കുഴിയിലിട്ടാലും നീ നശിക്കത്തില്ല. കാരണം നീ വിളിയുള്ളവനാണ്, നീ വാഗ്ദത്തമുള്ളവനാണ്. നിന്നെ തള്ളിയിടുന്നവന് നാളെ നീ ഒരു അനുഗ്രഹമായി മാറും. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നാട്ടുകാരും അവരും ഇവരുമൊക്കെ. പക്ഷേ അതാണ് പൗലോസ് പറഞ്ഞ കൂട്ട് സഹോദരങ്ങളാലുള്ള ആപത്ത്. ഹല്ലേലൂയ. നിന്റെ കൂടെ നടക്കുന്ന ആൾക്കാർ, നിന്റെ രക്തബന്ധങ്ങൾ നിന്നെ കൊണ്ടു ചെന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കാം. പക്ഷേ നീ ഏത് കിണറ്റിനകത്ത് കിടന്നാലും നിന്നെ വിടുവിക്കാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്നിരിക്കും. കാരണം നിന്നെ കൊണ്ട് ദൈവത്തിന് പദ്ധതി ഉണ്ട്. നിന്നെ ദൈവം അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ.
നീ പുറത്തു വരുന്ന സീസണാണ്. നീ അകത്ത് കിടക്കത്തില്ല, എല്ലാ കിണറ്റിൽ നിന്ന് നീ പുറത്തു വരും. നിനക്കൊരു യാത്രയുണ്ട്. നീ ദേശം വിട്ടു പോകും, നീ രാജ്യം വിട്ടു പോകും. നിനക്കൊരു പുറപ്പാട് ദൈവം തരും. നിന്റെ ആയിരിക്കുന്ന സ്ഥലത്ത് നിനക്കൊരു മാറ്റം സംഭവിക്കപ്പെടും. കർത്താവിനോട് പറയും, ഇതിനകത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ ദൈവാത്മാവ് ചില രാജ്യങ്ങളിൽ അയക്കാൻ പോകുന്നു. ചില വിസകൾ അടിക്കാൻ പോകുന്നു. ചില പാസ്പോർട്ടുകൾ വിസകൾ അടിക്കപ്പെടാൻ പോവുകയാണ്. സ്വർഗം നിന്നെ സൈൻ ചെയ്യാൻ പോവുകയാണ്. ദൈവം പറയുകയാണ്, ഈ ലോകത്തിലുള്ള ആരൊക്കെ വിചാരിച്ചാലും നിന്നെ ഒതുക്കി കെട്ടിവെക്കാൻ പറ്റത്തില്ല. ചില പ്രൊമോഷനുകൾ നിന്റെ ലൈഫിൽ വരും. നിന്റെ ലൈഫിൽ ചില പ്രൊമോഷനുകൾ വരും. അവർ ചിന്തിച്ചത് കൊല്ലാനാണ്, എന്നേക്കുമായി നശിപ്പിക്കാൻ പിശാച് നിനക്ക് വിരോധമായിടുന്ന എല്ലാ ഗൂഢാലോചനകളെയും ഇന്ന് പകല് യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്കിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ നശിപ്പിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നേരെ കൊണ്ടുവന്ന് പോത്ത് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഈ കൃപയുള്ളവൻ എവിടെ കിടന്നാലും ആ ഫേവർ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അവൻ്റെ രാജസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പല്ല, രാജസ്ഥാനത്ത് എത്തുമ്പോഴല്ല ഗ്ലോറി വെളിപ്പെടുന്നത്. നീ പോലും അറിയില്ല. വിളി വന്നു കഴിഞ്ഞാൽ വാഗ്ദത്തമുള്ളവൻ്റെ പ്രത്യേകത, ഏത് കുഴിക്കകത്ത് കിടന്നാലും, ICU കിടന്നാലും, ജയിലിനകത്ത് കിടന്നാലും അവൻ അവിടെ രാജാവായിരിക്കും. ഹല്ലേലൂയ. കിണറ്റിനകത്ത് കിടന്നു, ആൾക്കാർ വന്നു ഇവനെ പൊക്കിക്കൊണ്ടുപോയി. നേരെ ഒന്ന് പോത്തിഫറിന്റെ വീട്ടിൽ പോയി. പോത്തിഫറിന്റെ വീട്ടിൽ ഇവൻ രാജാവായി. ഹല്ലേലൂയ. കാരണം വിളിയുള്ളവനാ, ഫേവർ ഉള്ളവനാ. അവൻ അവിടെ ചെന്നപ്പോൾ അവര് എല്ലാവരെക്കാൾ ഇവൻ വലിയവനായി. അവിടുന്ന് നേരെ ജയിലിൽ പോയി. ജയിലിൽ പോയപ്പോൾ അവിടെയും ഇവൻ ഒന്നാമനായി. ഹല്ലേലൂയ. നീ എവിടെ ചെന്നാലും നീ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവകൃപ നിന്റെ കൂടെ ഉണ്ട്. ദൈവത്തിന്റെ കൃപയുള്ളവൻ എവിടെ ചെന്നാലും അവിടെ അവൻ ഒന്നാമനായി മാറും. പ്രൈസ് ദി ലോർഡ്. അവിടെ എത്ര 280 പേരുള്ള കപ്പലിനകത്തും പൗലോസ് ഒന്നാമനായി മാറി. പ്രൈസ് ദി ലോർഡ്. വിളിയുള്ളവൻ എവിടെ ചെന്നാലും ഒന്നാമനായി മാറും. അവൻ ശ്രദ്ധിക്കപ്പെടും. അവൻ ഫേവർ ഉള്ളവനായി മാറും. ദൈവകൃപ അവൻ്റെ കൂടെ ഉണ്ട്. അവൻ പ്രാർത്ഥിച്ചാൽ സാഹചര്യം മാറും. കൂടെയുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും. കാരണം വിളിക്കകത്ത് നിൽക്കുന്നവൻ, ഫേവറിനകത്ത് നിൽക്കുന്നവൻ, നീ പോകുന്നിടത്ത് ഒരു അനുഗ്രഹമായി മാറും. നീ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി മാറും. ഒരു ബ്രാക്കറ്റ് പീരീഡിൽ ഒരു സഭയ്ക്കകത്ത് നിന്നാൽ നീ സഭയ്ക്കകത്ത് അനുഗ്രഹമാകും. നീ അഭിഷിക്തന്മാർക്ക് ഒരു അനുഗ്രഹമായി മാറും. നിന്നെ വിവാഹം കഴിച്ച് അയക്കുന്ന സ്ഥലത്ത് നീ ഒരു അനുഗ്രഹമായി മാറും. നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നീ ഒരു അനുഗ്രഹമായി മാറും. നീ എവിടെ പോയാലും ദൈവകൃപയുണ്ടെങ്കിൽ, ദൈവവിളിയുണ്ടെങ്കിൽ നീ അവർക്ക് ഒരു ബ്ലെസ്സിംഗ് ആയി മാറും. ശാപം പിടിച്ചവന്മാർ എവിടെ ചെന്നാലും മറ്റുള്ളവർക്ക് ഭാരമായിരിക്കും. പക്ഷേ അനുഗ്രഹിക്കപ്പെട്ടവൻ എവിടെ ചെന്നാലും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും. എത്ര പേർ വിശ്വസിച്ച് ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ ഞാനൊരു ബ്ലെസ്സിംഗ് ആണ്, മറ്റുള്ളവർക്കൊരു ഞാനൊരു ബ്ലെസ്സിംഗ് ആണ്. എപ്പോഴും നീ ഓർക്കണം, ഞാൻ അഭിഷേകമുള്ളവനാണ്, ഞാൻ വാഗ്ദത്തമുള്ളവനാണ്. എൻ്റെ വിളിയുടെ ആ ടൈം വരുന്നത് വരെ ഞാൻ പല ഇടങ്ങളിലായിരിക്കാം. ഒരു ബ്രാക്കറ്റ് പീരീഡിൽ ചില ഇടങ്ങളിൽ ഞാൻ ആയിരിക്കാം. പക്ഷേ അവിടെ ഞാൻ വിശ്വസ്തനായിരിക്കും. ഞാൻ അവിടെ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. ഞാൻ അവർക്ക് ഒരു ബ്ലെസ്സിംഗ് ആയി മാറും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാ വിളിയുള്ളവന്റെ പ്രത്യേകത, അതാ കൃപയുള്ളവന്റെ പ്രത്യേകത. ജയിലിനകത്തും ഒന്നാമൻ, പോത്തിഫറിന്റെ വീട്ടിലും ഒന്നാമൻ, കിണറ്റിനകത്തും ഒന്നാമൻ, വീട്ടിനകത്തും ഒന്നാമൻ, സഹോദരങ്ങളുടെ നടുവിലും ഒന്നാമൻ. എല്ലായിടത്തും ഫേവർ. ദൈവത്തിന്റെ ഹൈലി ഫേവർ, ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ ഫേവർ പ്രാപിച്ചോ? ഇന്ന് പകല് ആ ഫേവർ വേണം. ഉറങ്ങി തൂങ്ങിയിരിക്കാതെ പ്രാപിക്കുക. യേശുവേ, ആ ഫേവർ എനിക്ക് വേണം, ആ കൃപ എനിക്ക് വേണം. നീ എവിടെ ചെന്നാലും എല്ലാവരുടെയും ഒരു ഇഷ്ടം, എല്ലാവരുടെയും ഒരു ശ്രദ്ധ, എല്ലാവരുടെയും ഒരു ഗ്ലോറി, എല്ലാവരുടെയും ഇതൊരു അനോയിന്റിംഗ് ആണ്, ഒരു അനോയിന്റിംഗ്. യെസ്, റിലീസ്. യേശുവിന്റെ നാമത്തിൽ ഒരു ഫേവർ. എവിടെ ചെന്നാലും മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു വ്യത്യസ്തനായി, ഒരു വ്യത്യസ്തയായി, ഒരു ഫേവറുള്ള വ്യക്തിയായി, ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി, ഒരു ഫേവറുള്ളവരായി, ദൈവത്തിന്റെ അനോയിന്റിംഗ് ഉള്ളവരായി ദൈവം നിന്നെ മാറ്റാൻ പോവുകയാണ്. നിന്റെ സ്വന്തം വീട്ടിനകത്ത് നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി. ദൈവത്തിന്റെ ഫേവർ എസ്തേറിന്റെ മേൽ വന്നതുകൊണ്ട് 100 സ്ത്രീകളെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ടും ഒരു ഫേവർ ഉള്ളത് കൊണ്ട് ഈ 100 പെണ്ണുങ്ങൾ ഒരുപക്ഷെ ഈ എസ്തേറിനേക്കാൾ സുന്ദരിമാരായിരിക്കും. എസ്തേറിനേക്കാൾ 1000 മടങ്ങ് സൗന്ദര്യമുള്ള പെണ്ണുങ്ങളായിരിക്കും ഈ രാജാവിന്റെ അടുക്കൽ വന്നത്. പക്ഷേ
ഫേവർ ഉള്ളതുകൊണ്ട് എസ്തേറിനോട് രാജാവിന് ഇഷ്ടമായി. അപ്പം നിന്റെ കഴിവും സൗന്ദര്യവും ആരോഗ്യവും അല്ല, നിന്നോട് മനുഷ്യർക്ക് ഇഷ്ടം തോന്നുന്നത് ദൈവത്തിൻ്റെ കൃപ നിന്റെ അകത്തുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഫേവർ നിന്റെ മേലുണ്ടെങ്കിൽ. നിന്റെ വലിയ കഴിവൊന്നും നിനക്ക് വേണ്ട, വലിയ ബുദ്ധിയൊന്നും വേണ്ട, വലിയ സൗന്ദര്യം വേണ്ട, ഒരുപാട് കഴിവുകൾ വേണ്ട. പക്ഷെ ദൈവത്തിന്റെ കൃപയുള്ള വ്യക്തികളെ സകല മനുഷ്യർക്ക് അവരോട് പ്രീതി തോന്നും, പ്രസാദം തോന്നും. ഒരു അനോയിന്റിങ് ആയത്, ഇതാണ് ഒരു അനോയിന്റിങ്. ഈ അനോയിന്റിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു അഭിഷേകം, യോസേഫിനകത്തൊരു അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ഫേവർ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഫേവർ ഒന്നാമത് യോസേഫിനുള്ളത്. എവിടെ ചെന്നാലും എല്ലാവരുടെയും കണ്ണ് യോസേഫിന്റെ മേൽ. ഹല്ലേലൂയ. വേണോ? വേണോ? പഠിക്കുന്ന പിള്ളേര്, നിങ്ങൾ എവിടെ ചെന്നാലും അധ്യാപകന്മാരുടെ കാലം ഒന്നും പഠിക്കത്തില്ല, 100-ന് 0 മാർക്കാണ്. എന്നാലും എന്തോ ഒരു ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അങ്ങനെ ആൾക്കാരെ അറിയാം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒരു കഴിവും കാണത്തില്ല, മറ്റുള്ള പലരും ഭയങ്കര കഴിവുള്ളവരും നല്ല ഇതൊക്കെ. പക്ഷേ ദൈവത്തിൻ്റെ കൃപയുള്ളവരെ കാണുമ്പോൾ എന്തോ ഒരു അട്രാക്ഷൻ, ഒരു ഭയങ്കര. 1000 പേരിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് ചിലരുടെ ഒരു അട്രാക്ഷൻ. കാരണം അവരുടെ അകത്ത് തേൻ ഇരിക്കുകയാണ്. അതായത് ഒരു വണ്ട് തേനിൻ്റെ അടുക്കൽ ചെല്ലുന്നത് പോലെ നിന്റെ അകത്ത് ദൈവത്തിൻ്റെ അനോയിന്റിങ് ഉണ്ടെങ്കിൽ നിന്നെ കാഴ്ചയിൽ ഭയങ്കര സൗന്ദര്യം വേണമെന്നില്ല. നിന്റെ ഭർത്താവിന് നിന്നെ കഴിഞ്ഞേ കാണത്തുള്ളൂ. ഈ ഭൂമിയിൽ എത്ര വലിയ സുന്ദരി അവന്റെ മുമ്പിൽ വന്നു നിന്നാലും അവൻ പറയും, മാറ്റി നിർത്ത്, എനിക്ക് എസ്തേറിനെ മതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എസ്തേറിന്റെ അഭിഷേകം നിങ്ങൾ വരാൻ പോവുക. എല്ലാ പെൺകുട്ടികളും എഴുന്നേറ്റ് എസ്തേറിന്റെ ഒരു അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കൊന്നും വേണ്ടേ? ഇനിയിപ്പം ഇത് കിട്ടിയിട്ടെന്ത്, കിട്ടിയിട്ട് കിട്ടാതിരുന്നിട്ടെന്തല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കരം അടിച്ച് പ്രാപിച്ചോ. നിന്റെ ഭർത്താവിന്റെ ഇഷ്ടം നിന്നിലേക്ക് വന്ന് വീഴാൻ ഈ ലോകത്തുള്ള ഐശ്വര്യ റായിയെ കൊണ്ട് നിർത്തിയാലും നിന്നിൽ മാത്രം ശ്രദ്ധിക്കുന്ന നിലവാരങ്ങളിൽ നിന്റെ മേൽ എസ്തേറിന്റെ മേൽ വെളിപ്പെടുന്നത് പോലെ ഒരു ദൈവിക ഫേവർ, ഒരു അനോയിന്റിങ് യേശുവിന്റെ നാമത്തിൽ കരമടിച്ച് പ്രാപിച്ചത്. ആ ദൈവശക്തി ലോകത്തിൽ ലക്ഷക്കണക്കിന് ലേഡീസ് കാണാം, പക്ഷേ നീ ഒരു സ്പെഷ്യൽ ആയിരിക്കും. നിന്റെ മേലൊരു അഭിഷേകം വരും. അതൊരു എസ്തേറിന്റെ അനോയിന്റിങ് ആണ്. നിന്റെ ഭർത്താവിന് ഭൂമിയിൽ നിന്നോടൊരു പ്രിയം. ഇരുന്നോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് ഭയങ്കര ഒരു സീക്രട്ടാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. ഇത് പറയാനുള്ള സമയം, പഠിപ്പിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് അങ്ങ് വിട്ടുകളയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു അനോയിന്റിങ്. എന്താണ്? ഒരു അനോയിന്റിങ്. എത്രയോ ആൾക്കാരുണ്ട്, പക്ഷേ അപ്പന് അവനോടൊരു ഇഷ്ടം. 3-4 പിള്ളേരുണ്ട്, പക്ഷേ ചില പിള്ളേരോട് നമുക്ക് എന്തോ ഒരു, അത് അവൻ്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം നമ്മളെ അതിലോട്ട് പിടിക്കുക. ആ വ്യക്തിയെ കാണുമ്പോൾ ഉള്ളിലൊരു തുള്ളല്. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര ഇഷ്ടം. മറ്റുള്ളവരിൽ നിന്നും ഒരു വ്യത്യാസമായ പക്ഷെ എന്തോ ഒരു അഭിഷേകം നമ്മളെ അട്രാക്ട് ചെയ്യുന്നു. ഹല്ലേലൂയ. അഭിഷേകത്തിന് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട്, ഭയങ്കര വ്യത്യസ്തമായ അഭിഷേകമുള്ള ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെ അകത്ത് കിടക്കുന്ന ഓരോ വ്യത്യസ്തമായ അഭിഷേകമാണ്. യോസേഫിന്റെ അകത്തുള്ള അഭിഷേകം 1000 പേര് നിന്നാലും യോസേഫിനെ സകലരും ശ്രദ്ധിക്കും. ഹല്ലേലൂയ. ഒരു ഫേവർ മാത്രമല്ല, വേറൊരു അഭിഷേകമുണ്ട്. അതാണ് വർധനവ്. എന്താണ് വർധനവ്? യോസേഫ് എന്തിലെങ്കിലും തൊട്ടാൽ പിന്നെ അളവ് നിർത്തേണ്ടി വരും. പിന്നെ അളവ് നിർത്തേണ്ടി വരും. മനസ്സിലായോ? യോസേഫ് ക്ഷാമകാലത്തേക്ക് വേണ്ടി 7 വർഷത്തെ ഒരു സമയം കൊടുത്തു. രാജാവായി, രാജ്യത്തിലെ 2ാമനായി. അതൊരു അഭിഷേകമാണ്. കൊട്ടക്കിണറ്റി കിടന്നവൻ രാജ്യത്തിലെ എവിടെ ചെന്നാലും ആ രാജ്യത്തിലെ രാജാവിന് തുല്യ പദവി. എത്ര പേർക്ക് വേണം? നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടുത്തെ ഉന്നതന്മാർ നിങ്ങളെ ഇപ്പോൾ ചവിട്ടി തള്ളിയിട്ടിരിക്കുകയായിരിക്കും. പക്ഷേ യോസേഫിന്റെ അഭിഷേകം നിന്റെ പേര് വന്നാൽ രാജാവ് മണ്ടനാവും, എന്നിട്ട് നിന്നെ എടുത്ത് പോക്കും. എനിക്ക് ബുദ്ധി പറഞ്ഞു തരണം, എനിക്ക് വെളിപ്പാടുമില്ല, ബോധവുമില്ല. നീ എൻ്റെ കൂടെ നിന്നാലേ എനിക്ക് ഈ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ.
അതാണ് യോസേഫിന്റെ അഭിഷേകം. ആ രാജ്യത്തിലെ രാജാവ് ഒരു റബ്ബർ സ്റ്റാൻഡ് ആയിട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വിളിയുള്ള നീ ആ സ്ഥാപനത്തിലെ ഒന്നാമനായി മാറും. വ്യത്യസ്ത അഭിഷേകം, അനോയിന്റിംഗ്. രാജ്യത്തിലെ രണ്ടാമൻ എവിടെ പോയാലും അവിടെ ഒരു രണ്ടാമനായി ഒന്നാമനായി മാറുന്ന ദാനിയേലിന്റെ അഭിഷേകം, യോസേഫിന്റെ അഭിഷേകം. യെസ് യെസ്. രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, സ്ഥാപനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, ഓഫീസുകളെ കൺട്രോൾ ചെയ്യുന്ന, മന്ത്രിമാർ ആലോചന ചോദിക്കുന്ന ഒരഭിഷേകം. ഹല്ലേലൂയ. യോസേഫ് ആരാ? വിദ്യാഭ്യാസം ഉണ്ടോ? പഠിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല പുള്ളിക്ക്. പഠിക്കാൻ പോലും ഉള്ള സമയം കിട്ടിയില്ല. കിണറ്റിൽ കിടക്കാനും ജയിലിൽ കിടക്കാനും പോത്തിഫറിന്റെ വീട്ടിലെ ആടിനെ വയ്ക്കാനുള്ള സമയമുള്ള ഈ പുള്ളിക്ക് പഠിക്കാൻ വിദ്യാഭ്യാസ യോഗ്യത ഇല്ല. ഇവിടെ അഭിഷേകം ഉള്ളവന് വിദ്യാഭ്യാസം വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകം ഉള്ളവൻ ഇംഗ്ലീഷ് വേണ്ട, ഹിന്ദി വേണ്ട, മലയാളവും വേണ്ട, ഒന്നും വേണ്ട. ആംഗ്യം പോലും കാണിക്കണ്ട, മിണ്ടാതെ നിന്നാ മതി. നീ ചിരിച്ചാ മതി, നിന്റെ ചരിത്രം, അവരുടെ ചരിത്രം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വിളിയുള്ളവനെ ചലിപ്പിക്കുന്നത് അഭിഷേകമാണ്. യോസേഫിൻ ജനിച്ചപ്പോഴേ കിടക്കിയ ഫേവർ, അപ്പന് ഭയങ്കര ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കൾക്ക് പോലും ഒരു ഇഷ്ടം, അതൊരു അഭിഷേകം, ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ അഭിഷേകം, എവിടെ ചെന്നാലും ഒന്നാമൻ. പ്രൈസ് ദി ലോർഡ്. എവിടെ ചെന്നാലും ഒന്നാമൻ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ അഭിഷേകം എന്താണ്? വർദ്ധനവ്. എന്താണ്? വർദ്ധനവ്. പുള്ളി അങ്ങോട്ട് നെല്ലും ഇതെല്ലാം കൊണ്ടുവന്നു. അവസാനം വചനം പറയുന്നത് യോസേഫിന്റെ കാലത്ത് അളവ് നിർത്തിവെച്ചു. അളക്കാൻ പറ്റാതെ വണ്ണം അത് വർദ്ധിച്ച് പെരുകിയത് കൊണ്ട് അളവ് നിർത്തിവെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് നിനക്ക് ഇന്നുള്ള സ്ഥാപനങ്ങൾ വർദ്ധിക്കും, നിനക്ക് ഇന്നുള്ള പണം വർദ്ധിക്കും, നിനക്കിന്നുള്ള വീടുകൾ വർദ്ധിക്കും. നിനക്ക് ഇന്ന് എന്തുണ്ടോ, അത് ആരോഗ്യമാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും അത് സമ്പത്താണെങ്കിലും തലമുറയാണെങ്കിലും അത് എന്താണെങ്കിലും ഇന്ന് പകരം അത് വർദ്ധിച്ച് 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 താഴോട്ട് പോകത്തില്ല. എപ്പോഴും വർദ്ധിച്ച് പെരുകി നിന്റെ ആവശ്യം കഴിഞ്ഞാലും അത് മിച്ചം കാണും. മനസ്സിലായോ? ഇതാണ് വർദ്ധനവിന്റെ അഭിഷേകം. എന്താണ്? അതായത് യോസേഫിന് ഒരു പ്രത്യേകതയുണ്ട്, പുള്ളിയുടെ ആവശ്യം എല്ലാം കഴിഞ്ഞിട്ടും മിച്ചം. അതുകൊണ്ട് അളവൊക്കെ നിർത്തിവെച്ചു. ഇഷ്ടം പോലെ ധാന്യം. പ്രത്യേകത, അഭിഷേകമുള്ളവൻ രാജ്യത്തിലെ രണ്ടാമനായി മാറി. അവൻ തൊട്ടതിനെല്ലാം വർദ്ധനവ്. ഇതൊരു വലിയ അഭിഷേകമാണ്. ചില ആൾക്കാർ തൊട്ടാ കരിഞ്ഞു പോകും. ഒരു ചെടി കൊണ്ടുവന്ന് വെച്ചാൽ പിറ്റേന്ന് കരിഞ്ഞ് ഉണങ്ങി നിൽക്കും. ഒരു വാഴ കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ കാണത്തില്ല. അത് ഭൂമി തുരന്നു നോക്കിയാൽ പോലും കാണില്ല. ഒരു ചാപ്പാണം തെങ്ങ് ഇതാ വെച്ചു, പിന്നെ തീർന്നു, അതിൻ്റെ കാര്യം തീർന്നു. 1000 രൂപ നിനക്ക് ഒരു ശമ്പളം കിട്ടുകയാണെങ്കിൽ, നീ ശാപം പിടിച്ചവനാണെങ്കിൽ 200 രൂപയും കൂടെ നീ കടം വാങ്ങിച്ച് നീ കടക്കാരനായി ജീവിക്കും. പക്ഷേ ചിലരുണ്ട് 1000 രൂപ ശമ്പളം, പക്ഷേ 500 എത്ര ചെലവാക്കിയാലും 200 രൂപ മിച്ചം. ഇതാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. എത്ര ചെലവഴിച്ചാലും നിന്റെ പേഴ്സിൽ കംപ്ലീറ്റ് തീർന്നു, അടുത്ത സെക്കൻഡിൽ പൈസ വരും. അതാണ് വർദ്ധനവ്. വർദ്ധനവ് വർദ്ധനവ്. എത്ര പേർക്ക് വേണം വർദ്ധനവ്? പേഴ്സ് ശൂന്യമായാലും അടുത്ത സെക്കൻഡ് വരും, അക്കൗണ്ട് ശൂന്യമായാൽ അടുത്ത സെക്കൻഡ് വരും. വർദ്ധനവ്. ഓ, ആ അഭിഷേകം എൻ്റെ അകത്ത് വ്യാപരിക്കുകയാണ്. ഞാനത് റിസീവ് ചെയ്യുകയാണ്. വേണമെങ്കിൽ പ്രാപിച്ചോ. നിന്റെ എത്ര രൂപ, 1000, 2000, 1 ലക്ഷം വന്നാലും നീ ചെലവഴിച്ച് 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 ചെലവഴിക്കുന്നതിനനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം എൻ്റെ കൂടെ ദൈവം പറഞ്ഞു, നീ എത്ര വലിയ വാടക ഉള്ള വീടാണെങ്കിലും, എത്ര രൂപ വാടക ഉള്ളതാണെങ്കിലും എടുത്തോ, നീ എന്നെ പരീക്ഷിക്ക്, ഞാൻ നിൻ്റെ മേൽ അഭിഷേകം പകരാൻ പോകുന്നു. നിൻ്റെ അഭിഷേകം എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഞാൻ ബാംഗ്ലൂരായിരുന്ന സമയത്ത് അന്ന് 2000 രൂപയും 3000, 4000 രൂപയ്ക്ക്
അപ്പോൾ എനിക്ക് എൻ്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഏറ്റവും വലിയ വാടകയുള്ള വീടെടുക്കാൻ പറഞ്ഞു. ഞാൻ അന്നത്തെ എൻ്റെ ഇതിൽ 10,000-10,000 രൂപയുടെ പിന്നെ ഒരു വീടെടുത്ത്, അന്ന് 3,000-4,000 രൂപയൊക്കെയുള്ള വീട്ടിൽ കിടന്ന ഞാൻ 10,000-12,000 രൂപയുള്ള ഒരു വീട് ചെന്ന് വാടകയ്ക്ക് എടുത്തു. പിന്നെ അപ്പോൾ ഇതിൻ്റെ വാടക പിന്നെ വീടിന് അഡ്വാൻസ് 50,000 രൂപ കൊടുക്കണം. അപ്പോൾ 50,000 പൈസ എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ, കർത്താവ് എന്നോട് പറഞ്ഞു, നീ വലിയ വീടെടുക്കണം, അത് ഇതുവരെ ഇല്ലാത്ത വലിയ ഹാൾ, ഇത്രയും വലിയ ഹാളുള്ള വലിയ വീടെടുക്കുക. 1 രൂപ പോലും വരുമാനമില്ല, മീറ്റിംഗില്ല, ശുശ്രൂഷയില്ല, വീട്ടിൽ കിടന്ന് ഉറക്കമാണ് എൻ്റെ ജോലി. അപ്പോഴാണ് ദൈവം എന്നോട് പറയുന്നത്, നീ എഴുന്നേറ്റ് ഏറ്റവും വലിയ വീടെടുക്കാൻ പറഞ്ഞു. ഞാൻ എവിടെ നിന്ന് എടുക്കാൻ പൈസ കണ്ടേ? 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം. അപ്പോഴാണ് പിന്നെ ഒരു BSc നേഴ്സിംഗ് കോളേജിലെ എല്ലാ പിള്ളേർക്കും വയറ്റിളക്കം. പ്രൈസ് ദി ലോർഡ്. അവരുടെ വയറ്റിളക്കം എനിക്ക് വേണ്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ ഫുഡ് കഴിച്ച് അവരെ ഇടപാട് തീർന്ന് അവർ അവശരായി കിടക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വിളിച്ചു എന്നെ. എന്തോ ഫുഡ് അലർജി ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. നേരെ അവിടെ ചെന്ന് ഒറ്റ പ്രാർത്ഥന, എല്ലാവരുടെയും ഇതങ്ങ് മാറി. അപ്പോൾ ആ സ്ഥാപനത്തിലെ ആൾ എനിക്കൊരു 50,000 രൂപ എടുത്ത് തന്നു. നോക്കിക്കോട്ടെ, എത്ര ദൈവം എത്ര വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ആ 50,000 രൂപ ഞാൻ കൊണ്ടുവന്ന് അഡ്വാൻസ് കൊടുത്ത് അവിടെ കയറി. അപ്പോൾ കർത്താവ് പറഞ്ഞു, കേബിൾ എടുക്കണം. കേബിൾ എടുത്തു. ഫർണിച്ചറുകൾ വാങ്ങിച്ചു. വീട്ടിലെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. എല്ലാത്തിനും പൈസ വന്നുകൊണ്ടിരിക്കുക. ഞാൻ തന്നെ ഞെട്ടിപ്പോവാ. പ്രൈസ് ദി ലോർഡ്. അപ്പം ബാംഗ്ലൂരിലുള്ള എല്ലാവർക്കും ഞെട്ടരിഞ്ഞടുക്കുവാണ് എന്നെ കാണുമ്പോൾ. കാരണം എന്താ പറയുക, എല്ലാ ഭാഷന്മാരും രാപകലില്ലാതെ അധ്വാനിച്ച് പ്രസംഗിച്ച് രക്തം വരെ തുപ്പിയിട്ട് അവന്മാർക്കൊന്നും കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവരെ പ്രസംഗിച്ചിട്ട് ഒരുത്ത എൻ്റെ ഫ്രണ്ടിൽ നിന്ന് തുപ്പണതെല്ലാം രക്തമാണ്. കാരണം ഒരു രാവിലെ തൊട്ട് 5-6 സെക്ഷനിൽ പ്രസംഗിച്ച് രക്തം തുപ്പുന്നു. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറക്കം. തിന്നുന്നു, ഉറങ്ങുന്നു, കിടങ്ങുന്നു. എഴുന്നേറ്റിരുന്ന് പൊട്ടന്മാരെ പോലെ വല്ല വിളിച്ച് പറയുന്നു, വീണ്ടും കിടക്കുന്നു. ഈ വിളിച്ചു പറയുന്ന എല്ലാം സ്വർഗ്ഗദൂതന്മാർ കൊണ്ടുവരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ജോലി അന്നും ഇന്നും ഇതാണ്. പൊട്ടന്മാരെ വല്ല വിളിച്ച് പറയുന്നു, അത് പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വീട്ടിൽ ഇനി വാടക കൃത്യമായിട്ട് എല്ലാ മാസവും ഞാൻ കൊടുക്കും. ഒരു വാടക പോലും ഇന്ന് വരെ ഒരിടത്ത് പോയാലും എനിക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇഷ്ടംപോലെ പൈസ അതായത് ചിലവ് ഞാൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ എത്ര ചിലവ് വർദ്ധിപ്പിച്ചിട്ടും പിന്നെ എത്ര വർദ്ധിച്ചാലും പൈസ വന്നുകൊണ്ടിരിക്കും. എങ്ങനെയെന്ന് എനിക്ക് ഇന്നും അറിഞ്ഞുകൂടാ, എവിടെ നിന്നാണെന്നും അറിഞ്ഞുകൂടാ. ആരും സ്ഥിരമായിട്ടുള്ള ആളല്ല. ഓരോ സ്ഥലത്ത് ഓരോ കാക്കകളെ ദൈവം എഴുന്നേൽപ്പിക്കും. ഒരു കാക്ക ചത്താൽ വേറൊരു കാക്ക എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മൾ വിശ്വസ്തരാണെങ്കിൽ നിനക്ക് വേണ്ടി കാക്കകളുടെ വലിയ ഒരു ഒഴുക്കുണ്ടാകും. ഇതാണ് വർധനവിൻ്റെ അഭിഷേകം. പൈസ കുറഞ്ഞാൽ തീർന്നാൽ അടുത്ത സെക്കൻഡിൽ വന്നിരിക്കും. എവിടെ നിന്നൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സോഴ്സ് ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിൽ നിന്നുള്ള സോഴ്സാണ്. അത് ഒരു അഭിഷേകമാണ്, ഒരു അനോയിന്റിംഗ് ആണത്. പ്രൈസ് ദി ലോർഡ്. അനോയിന്റിംഗ്. ഇതൊരു അനോയിന്റിംഗ് ആണ്. ഗോൾഡ് ഗ്ലോറിയുടെ അനോയിന്റിംഗ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഗോൾഡിൻ്റെ അനോയിന്റിങ് എനിക്ക് കണ്ട. പ്രൈസ് ദി ലോർഡ്. എല്ലാ ആഴ്ചയും വരുന്ന ഭാഷന്മാർക്ക് ഗോൾഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഷിജു വന്നപ്പോൾ ഷിജുവിനും കൊടുത്തു ഗോൾഡ്. എല്ലാവരും വന്നാലും ഗോൾഡാണ് കൊടുക്കുന്നത് നമ്മുടെ സഭയിൽ. പ്രൈസ് ദി ലോർഡ്. ആകണ്ടേതുപോലെ അല്ലേ സഹോദരി? സിസ്റ്ററിന് തന്നില്ലേ ഒരു ഗോൾഡ്, 1 പവൻ്റെ? അത് വേണ്ട, ഈ സിസ്റ്ററിന് ഞാൻ 1 പവൻ്റെ മോതിരം കൊടുത്തു. ഗോൾഡ് ആൾക്കാർക്ക് കൊടുക്കുന്നു, ആൾക്കാർ ഇങ്ങോട്ട് തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ചുമ്മാ അല്ല, വിളിച്ച് പറയുന്നത് ശ്രീജു അനുഭവിക്കുന്നു. നിങ്ങൾ ഉറങ്ങുന്നു, ഞാൻ അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഗിവിങ്ങിൻ്റെ ആൾക്കാരാണ്, കൊടുക്കുന്നവർ. നമ്മൾ റിച്ചാണ്. കൊടുത്തത് കൊണ്ട് നഷ്ടം വന്നിട്ടില്ല. ഒരു പാസ്റ്റർ ഇങ്ങോട്ട് വന്ന് കയറി ഉടനെ 1 ലക്ഷം രൂപ എനിക്ക് എടുത്തു തന്നു. എന്നിട്ട് എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ അതിനു മുമ്പ് ഒരു ഭാഷ വന്നപ്പോൾ അവളുടെ കഴുത്തിൽ കിടന്ന ഒരു ഗോൾഡ് എടുത്ത് കൊടുത്ത് 2ാമത്തെ ദിവസം 2 പവൻ്റെ ഗോൾഡ് അവൾക്ക് വന്നു. അതിനെടുത്ത് സഭയ്ക്കിട്ടു. അപ്പോൾ മാലയില്ല. ഒരു ഭാഷ വന്ന ഉടനെ, അയ്യോ എൻ്റെ തങ്കച്ചിയുടെ കഴുത്തിൽ മാലയേ ഇല്ലേ, അതുകൊണ്ട് ബ്രദർ ഒരു മാല കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ തന്നു. അപ്പോഴും തന്നെ മലബാറിൽ കൊണ്ടുപോയി 1/2 പവൻ്റെ മാല വാങ്ങിച്ചു ബാക്കി. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമ്മുടെ ദൈവം ഭീകരനാണ് സഹോദരങ്ങളെ. നിങ്ങൾ ഈ ഉണക്ക പരിപാടി കൊണ്ടിരിക്കരുത്. നിങ്ങൾ 1/4 പവനും 1/2 പവനും
ലെൻസ് വെച്ച് നോക്കുന്ന ഉണക്കർ പിന്നെ ഇത് ഈ ഗോൾഡ് വെച്ചിരിക്കുക, അതെല്ലാം കർത്താവിൻ്റെ കൊടുക്കുക വാങ്ങിക്കുക, കൊടുക്കുക വാങ്ങിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വലിയവ പ്രാപിക്കണമെങ്കിൽ അഭിഷേകം നമ്മൾ കൊടുത്ത് വാങ്ങിക്കണം. നമ്മൾ വിശ്വാസത്താൽ അതിനെ ചാടിപ്പിടിക്കണം. പ്രൈസ്. ചില അനോയിൻറ്റിങ് നമ്മളിലേക്ക് വരുന്നത് നമ്മൾ ആ അഭിഷേകമുള്ളവനെ കാണുമ്പോൾ അവനെ ഓണർ ചെയ്ത് അനോയിൻറ്റിനെ പ്രാപിച്ചെടുക്കണം. റാഫേൽ എന്ന് പറയുന്ന ദൈവദാസനെ ഇറക്കി അദ്ദേഹം വന്നിട്ട് പോയതിന് ശേഷം സഭയ്ക്കകത്ത് ഗോൾഡിൻ്റെ പ്രവാഹം. ഒരാൾ എല്ലാ ആഴ്ചയും ഗോൾഡാണ് ഇടുന്നത് ഓഫറിങ്. നമ്മുടെ സഭയിൽ ഒരു ഗ്രാം 2 ഗ്രാമിൻ്റെ ഗോൾഡാണ് എല്ലാ ആഴ്ചയിലും സിറ്റിയിൽ നമുക്ക് കിട്ടുന്നത്. ഓഫറിങ് എന്ന് പറഞ്ഞാൽ ഗോൾഡാണ്. നിങ്ങൾ എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞങ്ങളും ചെയ്യുമെന്ന്? നിങ്ങൾക്ക് ചെയ്യണ്ടേ അത്? ഒരാളുണ്ട്, ആ സഹോദരന് ആദ്യം നോട്ടുകൾ ഇട്ടുകൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിനോട് ദൈവം പറഞ്ഞു, നീ പഴയ നോട്ട് ഇടല്ലെന്ന് പറഞ്ഞു. പുള്ളി ഞായറാഴ്ചയിലെന്ന് രാവിലെ പോയി തലേദിവസം പോയി ബാങ്കിൽ നിന്ന് പുതിയ നോട്ട് വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് പുതിയ നോട്ട് ഇടുള്ളൂ. ആ പുള്ളി പുതിയ നോട്ട് ഇടുന്നത് നിർത്തിയിട്ട് പുള്ളി ചെക്ക് ഇടാൻ തുടങ്ങി. ചെക്ക് നിർത്തിയിട്ട് ഇപ്പോൾ ഗോൾഡ് ഇടാൻ തുടങ്ങി. പുള്ളി പറയുന്നു, ഞാനിത് ചെയ്യാൻ തുടങ്ങിയോടുകൂടി ഞാൻ കോടീശ്വരനായിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭയങ്കര സംഭവമാണ്. അത് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിലൂടെ നമ്മൾ പ്രാപിക്കുകയാണ്. ആക്ഷനിലൂടെയാണ് നമ്മൾ പ്രാപിക്കുന്നത്. നമ്മൾ കേട്ടോണ്ടിരുന്ന് കൈയടിച്ച് കൊണ്ടിരുന്നിട്ട് ഒന്നും ആരും ഇന്നുവരെ പ്രാപിച്ച ചരിത്രമില്ല. നമ്മൾ ചിലത് ചെയ്യാൻ എഴുന്നേൽക്കുമ്പോൾ നമ്മളത് പ്രാപിക്കാനിടയാകും. ഇന്ന് പകൽ വർദ്ധിക്കുന്ന ഒരു അഭിഷേകം നിന്റെ അകത്ത് വരാൻ പോവുക. വർദ്ധനവിൻ്റെ ഒരു അഭിഷേകം വരാൻ പോകുന്നു. നിന്റെ ജീവിതം മാറാൻ പോവുകയാണ്. നിന്റെ ലൈഫിൽ ഇതുവരെ വെളിപ്പെടാത്ത ഒരു ഇൻക്രീസ് ചെയ്യപ്പെടുന്ന, വർദ്ധിച്ച് പെരുകുന്ന ഒരു അഭിഷേകത്തിലേക്ക് ആത്മാവ് നിന്നെ എടുത്ത് എറിയാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആ ഗോൾഡിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ഇവിടെ ഈ സഭയ്ക്കകത്ത് ഗോൾഡ് ഗ്ലോറി വെളിപ്പെടട്ടെ. വാരി എറിയുന്നത് പോലെ ഗോൾഡുകൾ കൊണ്ട് ദൈവരാജ്യത്തിന് കൊടുക്കുന്ന ഒരു അനുഭവത്തിലോട്ട് ദൈവസഭയ്ക്കും ദൈവത്തിന്റെ ആലയത്തിനും വാരി കൊടുക്കുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു അഭിഷേകമാണ് യോസേഫിന്റെ കൊടുത്തൊരു അഭിഷേകം. എന്താണ്? നീ മതിലിന്റെ മേല് പടരും. പ്രൈസ് ദി ലോർഡ്. മതിലെന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സം നിൽക്കുന്ന ഒന്നാണ് മതില്. ഏത് മതില് നിന്റെ മുമ്പ് നിന്നാലും ഈ അഭിഷേകം ഉണ്ടെങ്കിൽ നീ അതിൻ്റെ മുകളിൽ പതുക്കെ ചാടി അങ്ങ് കയറും. അതാണ് അഭിഷേകം. അതായത് നിന്റെ മുമ്പിലെ മുന്നോട്ടുള്ള അനുഗ്രഹത്തിനും ബ്ലെസ്സിങ്ങിനും യാത്രകൾക്കും പുറപ്പാടുകൾക്കും നിന്റെ ഉയർച്ചയ്ക്കും തടസ്സമായി ഇന്ന് പകൽ നിൽക്കുന്ന സകല മതിലിലും നീ പടർന്ന് കയറി അതിൻ്റെ അപ്പുറം കയറുന്ന ഒരു അഭിഷേകം. അത് പ്രാപിച്ചോ? യേശുവിന്റെ നാമത്തിൽ പ്രാപിക്ക. എല്ലാ തടസ്സങ്ങളെയും എല്ലാ മതിലുകളെയും യെസ് മതിലുകൾ പൊളിയട്ടെ, മതിലുകൾ പൊളിയട്ടെ. മതിലിന്റെ മുകളിൽ കയറി പടരുന്ന ഒരു അഭിഷേകം. യെസ്, മതിലിന്റെ മുകളിൽ പടർന്ന് കയറുന്ന ഒരു അഭിഷേകം. ആ അഭിഷേകത്തെ കുറിച്ച് ഞാൻ പറയാൻ വന്നത്. 2 പേർക്ക് വേദപുസ്തകത്തിൽ ഈ അഭിഷേകമുള്ളൂ. ഒന്ന് ദാവീദിന്. ദാവീദ് നിന്നാൽ ഞാൻ ഈ മതിൽ. 2 യോസേഫിന്. യോസേഫ് എന്ത് ചെയ്തു? പടർന്ന് കയറി. ദാവീദ് എന്ത് ചെയ്തു? ചാടി കയറി. ചാടി അപ്പുറത്ത് പോയി. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ചാടാൻ താല്പര്യമുണ്ട്? ഇന്ന് പകൽ നിന്റെ മേലെ അഭിഷേകം വരാൻ പോവുക. നീ ചില മതിലുകളെ ചാടി അപ്പുറത്ത് കിടക്കും. നിന്റെ വലിയ അനുഗ്രഹങ്ങളെ ഇന്റർനാഷണൽ അഭിഷേകവും വാഗ്ദത്വവും നിന്റെ മേലുണ്ട്. പക്ഷെ ഏതോ ചില മതിലുകൾ നിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്നുണ്ട്. ആ തടസ്സമായിരിക്കുന്ന മതിലുകളെ ഇന്ന് പകൽക്കാലം നീ ചാടി കയറാൻ പോവുകയാണ്. നീ അപ്പുറത്ത് ചാടാൻ പോകുന്നു. ആ അഭിഷേകത്തിനായി പ്രാപിച്ചോ. കരങ്ങളെ അടിച്ച് യെസ് ചില മതിലുകളെ ദാവീദിനെ പോലെ നീ മതിലിനെ ചാടി കടക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ എല്ലാ മതിലുകളെ നീ പൊളിക്കാൻ പോവുകയാണ്. ചിലതിനെ ചാടിക്കടക്കാൻ പോകുന്നു. ചിലതിൻ്റെ മുകളിലൂടെ നീ പറന്നിറങ്ങാൻ പോവുകയാണ്. നിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ദാരിദ്ര്യം എന്ന മതിലിനെ നീ പൊളിക്കാൻ പോകുന്നു. സാമ്പത്തിക ശാപം എന്ന മതിലിനെ പൊളിക്കാൻ പോകുന്നു. രോഗമെന്ന മതിലിനെ നീ പൊളിക്കാൻ പോകുന്നു. അവിശ്വാസം എന്ന മതിലിന് മുകളിലൂടെ നീ ചാടാൻ പോകുന്നു. അവിശ്വാസം എന്ന കൊടുത്താൽ കിട്ടുമോ എന്നുള്ള അവിശ്വാസം, ദാരിദ്ര്യമെന്ന ശാപം, എല്ലാ മതിലുകളെയും വിശ്വാസത്താൽ 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 വിശ്വാസ വീരന്മാർ ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ.